ഈ രാത്രിയിൽ ദൈവവചനത്തിൽ നിന്ന് ശാന്തമായിട്ട് ചില കാര്യങ്ങൾ ചിന്തിക്കാം. കഴിഞ്ഞ രാത്രികളിലൊക്കെ ശക്തരായ ശ്രേഷ്ഠരായ കർത്തൃദാസന്മാരിൽ കൂടി വിലപ്പെട്ട ആലോചനകൾ, വചനങ്ങൾ കേൾക്കുവാൻ ദൈവം കരുണ ചെയ്തല്ലോ. അവരുടെ ശുശ്രൂഷകളെ ദൈവം വീണ്ടും ഉത്തരോത്തരം അനുഗ്രഹിക്കട്ടെ. ഈ രാത്രിയിൽ എളിയവർക്കും സഹോദരന്മാർ ചേർന്ന് വരുവാൻ ദൈവം കരുണ ചെയ്തു. അനുഗ്രഹിക്കപ്പെട്ടതായ ഗാന ശുശ്രൂഷ ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവർക്കായിട്ടും കുഞ്ഞുങ്ങൾക്കും സഹോദരിമാർക്കായിട്ടും ദൈവത്തെ സ്തുതിക്കും. ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് വേദവാക്യങ്ങൾ വായിക്കുന്ന പ്രിയപ്പെട്ടവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഇന്ന് രാത്രി ഈ ശാന്തമായ അന്തരീക്ഷത്തിൽ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കാം. പരിചിതമായ വേദശകലമാണ് ഇവിടെ വായിച്ച് കേട്ടത്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 32 മുതൽ 39 വരെയുള്ള തിരുവെഴുത്തുകളാണ്. ഈ തിരുവെഴുത്തില് പ്രധാനമായിട്ട് 3 കാലങ്ങളെ പറ്റി ഓർപ്പിക്കുന്നുണ്ട്. 3 കാലം എന്ന് എഴുതിയിട്ടില്ലെങ്കിലും വായിച്ചു വരുമ്പോൾ 3 കാലം. ഒന്ന് പൂർവകാലം, അത് എഴുതിയിട്ടുണ്ട്. 33-ാം വാക്യം വായിച്ചോ. പൂർവകാലം അങ്ങനെ തന്നെ എഴുതിയേക്കുന്നു. ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച ഫലമുള്ള പുള്ളിക്കാരി കൂടെ വിടവ് കൊടുക്കണേ. അപ്പൊ നമ്മൾ ആദ്യം ഒരു വാക്യം വായിക്കണം. ദൈവദാസി ഒരു വാക്യം വായിക്കണം. ഒന്ന് വായിച്ചോ, ഞാൻ കേൾക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. അതുകൊണ്ട് ധൈര്യം തള്ളിക്കളയരുത്, ധൈര്യം പോകരുത്. ഇനി 3 ഭാവി കാലം 37 വായിച്ചു. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. അത് ഭാവി കാലമാണ്. അപ്പോൾ 3 കാലമാണ് ഈ തിരുവെഴുത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്. പൂർവ്വകാലം, വർത്തമാനകാലം, ഭാവി കാലം. ചില കാര്യങ്ങൾ ഈ വചനത്തോട് ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാം. ഒരിക്കൽ കൂടി നമ്മുടെ കരം ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം.
വിശ്വാസമുണ്ട്. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ഈ ശുശ്രൂഷയെ പറ്റി, കൺവെൻഷനെ പറ്റി വിനോദ് പാസ്റ്റർ ഏറെ നാളുകൾക്ക് മുമ്പ് വിളിച്ചോർപ്പിച്ചു. അന്ന് മുതൽ ഓർത്ത് പ്രാർത്ഥിപ്പാൻ സഭയായിട്ടും വ്യക്തിപരമായിട്ടും ഒക്കെ ദൈവം കൃപ നൽകി. നിങ്ങളും എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. അതുകൊണ്ട് അവിടുന്ന് അനുവദിച്ച് ഇന്ന് രാത്രി ഇവിടെ വരുവാനിടയായി. യാത്രയിൽ ഏറെ താമസിക്കുമെന്ന് ചിന്തിച്ചെങ്കിലും തക്ക സമയത്ത് എത്തിച്ചേരുവാൻ ദൈവം കരുണ ചെയ്തു. നെടുങ്കണ്ടത്ത് വന്നപ്പം ഇവിടെ ഒരു സഹോദരൻ കാറേ വന്നു, ചിരിച്ച് കൈ കാണിച്ചപ്പോൾ എനിക്ക് തോന്നി ഇങ്ങോട്ടായിരിക്കും. ഇങ്ങോട്ടാണോ എന്ന് ചോദിച്ചു. ഇങ്ങോട്ടാന്ന് പറഞ്ഞു. അവർ മുന്നേ വഴി കാട്ടി വന്നു. എന്ത് കൂടെ അവിടെ കൂടെ രണ്ടുപേരുണ്ടായിരുന്നു. അത് നിങ്ങൾ എന്ത് ചെയ്യേ? അപ്പോൾ ആ സഹോദരനെ ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അവരുണ്ടായിരുന്നുകൊണ്ട് ആരോടും ചോദിക്കേണ്ടി വന്നില്ല. നേരെ പോന്നു. കർത്താവ് ഇന്ന് രാത്രി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വായിച്ച തിരുവെഴുത്ത് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 32 മുതൽ 39 വരെയുള്ള തിരുവെഴുത്താണ്. ഈ ദിവസങ്ങളിലൊക്കെ ഇവിടെ ശ്രേഷ്ഠരായ ദൈവദാസന്മാരിൽ കൂടി വിലപ്പെട്ട ആലോചനകൾ കേൾപ്പിച്ചും കേട്ടുകൊണ്ടിരുന്നത് ഓർത്ത് ദൈവത്തിന് മഹത്വം കരയും. വേദപുസ്തകത്തിലെ പുതിയ നിയമ പുസ്തകത്തിലെ 21 ലേഖനങ്ങളിൽ വളരെ ഈടുറ്റ ലേഖനമാണ് എബ്രായ ലേഖനം. ഇത് പഠിപ്പിക്കുന്നവർ ഇതിനകത്തിരിപ്പുണ്ട്, പഠിച്ചവർ ഇതിനകത്തിരിപ്പുണ്ട്. ഇപ്പം നിങ്ങൾ ഇരിക്കുന്നത് ഞാൻ പറയുന്നത് എന്തുവാന്ന് കേട്ടിരിക്കുന്നെങ്കിലും അത് നിങ്ങൾ പഠിച്ചെന്നുള്ളതാ. ചിലരുടെ ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാം. അപ്പൊ എബ്രായ ലേഖനം വളരെ ഈടുറ്റ ഒരു ലേഖനമാണ്. ഈ വേദപുസ്തകത്തിന്റെ വിശേഷത തന്നെ എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസിയമാണ്. ഇത് നമ്മുടെ കയ്യിൽ ലഭിച്ചത് തന്നെ വലിയ ഭാഗ്യമാണ്. സ്തോത്രം. ഏതാണ്ട് 1600 കൊല്ലങ്ങൾ കൊണ്ട് നിങ്ങൾക്കറിയാം 40-ൽ പരം എഴുത്തുകാര് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലിരുന്ന് ഏതാണ്ട് ഒരു 3 ഭൂഖണ്ഡത്തിലിരുന്ന് നടത്താതെ പലരും 1600 കൊല്ലം കൊണ്ടല്ലേ, പലരും നേരിട്ട് കണ്ടിട്ടില്ല. എന്നാൽ അവരെല്ലാം ദൈവ നിയോഗത്താൽ, ആത്മനിയോഗത്താൽ ഈ പല ഇടങ്ങളിൽ ഇരുന്നാണ് ഈ വേദപുസ്തകം എഴുതി തീർത്തത്. ഏതാണ്ട് 1600 കൊല്ലങ്ങൾ കൊണ്ട് പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ കൊണ്ടാണ് ഈ പുസ്തകം എഴുതിച്ചിരിക്കുന്നത്. മറ്റു പുസ്തകങ്ങളൊക്കെ ഉണ്ട്, ഒരാളോ അല്ലെ കൂടെ ഒരാളോട് ചേർന്നിരുന്ന് ഒരാൾ തന്നെ പറഞ്ഞു കൊടുത്ത് എഴുതിയതും ഒരാള് വേറൊരാളോട് പറഞ്ഞിച്ച് പുള്ളി എഴുതിയതും അങ്ങനെയൊക്കെ അവര് തമ്മിൽ ഇരുന്ന് എഴുതിയതാണ്. അല്ലെ ഒരാളിൽ കൂടിയാ ഇത് കിട്ടിയത്. എന്നാൽ വേദപുസ്തകത്തിന്റെ ഒരു വിശേഷത 140 എഴുത്തുകാരാൽ എഴുതപ്പെട്ട പുസ്തകങ്ങളെല്ലാം കൂടെ ചേർത്താണ് ഈ പുസ്തകം, വേദപുസ്തകം നമുക്ക് ലഭിച്ചത്. എല്ലാം കൂടെ 66 പുസ്തകങ്ങളുണ്ട്. ചിലരുടെ കയ്യില് കുറച്ച് പുസ്തകം കൂടുതലുമുണ്ട്. അപ്പൊ ചിലർക്ക് ഒരു ചിന്ത, പുസ്തകം കൂടുതലുള്ള ആൾക്കാര് ഏതാന്ന്. ഞാൻ പറയത്തില്ല, അവരെ കാണുമ്പോൾ അറിയാം ഇത് പുസ്തകം കൂടുതലുള്ള പുള്ളിക്കാരാ പോകുന്നത്. അവരുടെ വേഷം, ഭാഷ, ആരാധനാ സ്ഥലങ്ങള്, രീതികള്, ഇടപാടുകള് ഒക്കെ കാണുമ്പോൾ അറിയാം അത് പുസ്തകം കൂടുതലുള്ള ആൾക്കാരാ പോകുന്നത്. പത്രോ പറയുന്നു. എന്നാൽ കാനോനികമായിട്ടൊക്കെ അംഗീകരിച്ച് അനുഷ്ഠിക്കുന്ന പുസ്തകം 66 പുസ്തകമാ. എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസിയും. ഈ പുസ്തകത്തിന്റെ ഒരു വിശേഷത, ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷയാണ്. ഇതാണ് ഇതിലെ പ്രധാന വിഷയം, മനുഷ്യവർഗത്തിന്റെ രക്ഷ. നമുക്കറിയാം, തീത്തോസ് 2:11 വായിച്ചു. തീത്തോസ് 2:11 അറിവുള്ള വാക്യമാ. വായിച്ചു. തീത്തോസിനെ കാണാഞ്ഞിട്ട് എന്ന് വാക്യം ഉണ്ട്. ദൈവവും നമ്മുടെ പിതാവുമായ യേശുക്രിസ്തു സകല മനുഷ്യന്റെ രക്ഷാകരമായ ദൈവകൃപ കുതിച്ചുവല്ലോ. അടുത്തത് ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും
പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ കുതിക്കുമല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തും കൊണ്ട് പറ്റുകേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. കൃപ ക്ഷയം സകല മനുഷ്യരുടെയും രക്ഷ. തൊടുകൈക്ക് പറയാം, പറഞ്ഞു നോക്കുവോളല്ലോ, പറയണമല്ലോ. അതാണല്ലോ സുവിശേഷ യോഗം. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കൊണ്ടോ കാഴ്ച കൊണ്ടോ ആചാരം കൊണ്ടോ അനുഷ്ഠാനം കൊണ്ടോ തീർത്ഥയാത്ര കൊണ്ടോ തീർത്ഥാടനങ്ങൾ കൊണ്ടോ എന്തെങ്കിലും കൊടുത്തോ ആർക്കും രക്ഷപ്പെടാൻ ഒക്കത്തില്ല. രക്ഷ വിശ്വാസത്താൽ കൈവരിക്കണം. രക്ഷകൻ യേശുക്രിസ്തു മാത്രം. വേറെ ആര്? ഏക രക്ഷകൻ യേശുക്രിസ്തു, ഏക മധ്യസ്ഥൻ യേശുക്രിസ്തു, ഏക പരിശുദ്ധൻ ദൈവം തമ്പുരാൻ മാത്രം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളിൽ വേറെ ആരും നായകനെന്നും പേരെടുക്കരുത്. യേശു യേശുവല്ലാതെ വേറൊരു രക്ഷകൻ, യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ മന്നമേ, ഇകത്തിലുണ്ടോ പ്രതിപാദിപ്പിക്കും ക്രിസ്തു രക്ഷകൻ. ഈ പുസ്തകം നമ്മുടെ കയ്യിൽ ലഭിച്ചത് തന്നെ വലിയ മഹാഭാഗ്യം. എടുത്തവരെന്ന് ഞാൻ ഉദ്ദേശിച്ചത് എടുക്കേണ്ടത് പോലെ എടുത്തവര്. ലോറി എന്ന ഈ പുസ്തകം ചുമന്നവരുണ്ട്. ചുമക്കുന്നവർക്കെല്ലാം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒത്തൊന്ന് വരികയല്ല. ഇത് എടുക്കേണ്ടത് പോലെ എടുത്തവർ, ചുമക്കേണ്ട പോലെ ചുമന്നവർക്കെല്ലാം അനുഗ്രഹമാണ്. ഈ പുസ്തകം ചെന്ന് കയറിയ ദേശത്തിനും എടുത്ത വ്യക്തികൾക്കും കുടുംബത്തിനും നാടിനുമെല്ലാം അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. ഇന്ന് രാത്രിയിലും ഈ ദിവസങ്ങളിലൊക്കെ ഇവിടെ ഈ സുവിശേഷ വചനം അറിയിച്ചുകൊണ്ടിരിക്കുകയായി തീരട്ടെ. ദൈവത്തിന് മഹത്വം. ആട്ടെ, അധികം വിവരിക്കുന്നില്ല. നമ്മുടെ യോഗം എപ്പോഴാണ് നിർത്തേണ്ടത്? 9. ഈ പുസ്തകത്തിലെ പുതിയ നിയമ പുസ്തകം നമുക്കറിയാം. പ്രാരംഭത്തിൽ 4 സുവിശേഷ പുസ്തകമാണ്. പെന്തിക്കോസ്റ്റൽ ക്രൈസ്തവർക്കൊക്കെ ഈ ഭാഗങ്ങൾ അറിയാത്ത ആരെയും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, ഓൺലൈനിൽ ആരെയും ഉണ്ടെങ്കിൽ അവരുടെ അറിവിനായി ഇത് പറയുന്നത്. പറഞ്ഞല്ലേ ഒക്കുള്ളൂ. അപ്പോൾ പ്രാരംഭത്തിൽ 4 സുവിശേഷ പുസ്തകം നമുക്കറിയാം. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. എന്താ സുവിശേഷം? സുവിശേഷം ഒരു വ്യക്തി. ആര്? യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവാണ് സുവിശേഷം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളണം. അതാണ് സുവിശേഷം. മാത്രമല്ല, അവിടുന്ന് ദാസരൂപമെടുത്ത മഹത് വ്യക്തിയാ പോരാ, അവിടുന്ന് ദൈവമാണ്. ഒരേ സമയത്ത് മനുഷ്യനും ദൈവവുമായി വർത്തിച്ചയാളാണ് ക്രിസ്തു. അത് വേറെ ആർക്കും ഒക്കത്തില്ല. ദൈവമാകണമെങ്കിൽ ദൈവത്തിന് ക്വാളിറ്റി ഉണ്ട്. ദൈവം കളിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, ക്വാളിറ്റി ഒന്നുമില്ല. ദൈവം കളിച്ച് ഇങ്ങനെ നടക്കുന്നതേ ഉള്ളൂ. സ്തോത്രം. ദൈവത്തിന് അതിൻ്റെതായ വിശേഷതയുണ്ട്. ഇപ്പോഴത്തെ പല ദൈവങ്ങൾക്കും ഭാഷ അറിയത്തില്ല. കൂടെ നിർത്തിയിരിക്കുക. ദൈവത്തോട് ഇംഗ്ലീഷിൽ മദാമ്മ പറയുമ്പോൾ ദൈവം കണ്ണു തള്ളുക. പിന്നെ അടുത്ത് നിൽക്കുന്ന തള്ള കയറി ഏക്കുക. നിങ്ങൾക്ക് മനസ്സിലായി കാണും. ദൈവം കളിച്ച് നടക്കുക, ഭാഷ അറിയാൻ മേല. ദൈവമാണെങ്കിൽ ഒരേ സമയത്ത് എല്ലായിടത്തും കാണണം. വേണ്ടേ? പിന്നെ ഇവിടെ ഇരുന്ന് ഈ സെന്ററിന്റെ ചുമതല വഹിക്കുന്ന കർത്തൃദാസൻ, കർത്താവ്, അവിടുത്തെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അനുഭവിക്കുന്ന ബ്രഹ്മ ഇവിടെ ഉണ്ട്.
അന്നേരം അമേരിക്കയിലിരുന്ന് 10 പേര് പറഞ്ഞ കർത്താവ് എവിടുത്തെ സാന്നിധ്യം അവിടെയുണ്ട്. അതാ ദൈവം. ഇന്ന് ദൈവം കളിക്കുന്നവർ ദൈവം എന്ത് ചെയ്യുക? ദൈവം അമേരിക്ക വരെ പോയിരിക്കുക. എന്ന് വരും ദൈവം? ദൈവം മിക്കവാറും 1 മാസം കഴിഞ്ഞേ ദൈവം. നിങ്ങൾക്ക് മനസ്സിലാകാഴിയാണോ അതോ ദൈവം എന്ത് ചെയ്യേ? ദൈവം ട്രെയിനേല ഡൽഹി വരെ പോയിക്കൊണ്ടിരിക്കുക. ദൈവം അല്ല, അള്ളാഹുമ്മ അടക്കുക. അല്ലേ? അപ്പം വെറുതെ നടക്കുക, ചാട്ടുമൊക്കെ ഇട്ട് ദൈവം കളിച്ച് നടക്കുക. ദൈവമല്ല. ദൈവത്തിന് ഭാഷയ്ക്ക് പ്രോബ്ലം ഇല്ല, അവിടുന്ന് സർവജ്ഞാനിയാ. ദൈവം കളിച്ച് വന്നിരിക്കുക, നമ്മൾ ദൈവം കളിക്കുക. ദൈവത്തോട് ഇംഗ്ലീഷിൽ ഒരു കാര്യം പ്രാർത്ഥിക്കുക. ദൈവം ചോദിക്കുക, കുഞ്ഞുഞ്ഞ എന്നാ പറഞ്ഞെന്ന്. അതാണോ ദൈവം? അന്നേരം അപ്പോഴായിരുന്നു ഹിന്ദി തുരുതുരുതുരാന്ന് ഹിന്ദി പറയാ. ദൈവം അന്തം വിട്ടിരിക്കുക. അതാണോ ദൈവം? അന്നേരം ഒരുത്തൻ സംസ്കൃതത്തിലെ ഒട്ടും പിടി കിട്ടുന്നില്ല. അതല്ല ദൈവം. ഹിന്ദി പറഞ്ഞാലും ഇംഗ്ലീഷിൽ പറഞ്ഞാലും മലയാളത്തിൽ പറഞ്ഞാലും ഹിന്ദി പ്രാർത്ഥിച്ചാലും മനസ്സിലാകുന്നവനാ ദൈവം. അപ്പൊ ദൈവം കളിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള ക്വാളിറ്റിയൊക്കെ വേണം. അതാ പറഞ്ഞ ഇവരാരും ദൈവം അല്ലെന്ന്. ലോകത്തിന്റെ ഏത് കിടത്ത്, ഏത് വ്യക്തികൾ, ഏത് ഭാഷക്കാർ, ഏത് നിറത്തിലും നിലവാരത്തിലും ഏത് വിധത്തിലുള്ള വ്യക്തികൾ പ്രാർത്ഥിച്ചാലും കേൾക്കുന്നവനും അറിയുന്നവനും മറുപടി തരുന്നവനും ആ ദൈവം. അതാ യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ഒരേ സമയം അവിടുന്ന് മനുഷ്യനായിട്ടും ദൈവമായിട്ടും വാർത്തിച്ചു. നിങ്ങൾക്കറിയാം, അവിടുന്ന് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവം. ആ പൂർണ്ണ മനുഷ്യനായതുകൊണ്ട് പടകിൽ കിടന്നുറങ്ങിയത്. കർത്തനേശു അമരത്തിരുന്നു നിദ്രയിലാണ്ടു അവർ ഭദ്രത പൂണ്ടു. കർത്തനേശു അമരത്തിരുന്നു നിദ്രയിലാണ്ടു ചെലപ്പിച്ചിരിക്കുന്നു. അതെന്തോ അതിന് പറഞ്ഞത്? അതിനെന്നാ മാർഗം? എനിക്കിത് പറയാൻ അറിയാൻ മേല. അത് അറിയാൻ മേലാത്തത് ഗുണമായി. നിങ്ങൾ അറിയാവുന്നവരൊന്ന് പറഞ്ഞു കൊടുക്കല്ലേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓക്കേ, ശ്വാസം മതിയോ? ഇവിടെ ഇത് കൊടുക്കാം. സ്തോത്രം. മതിയോ? ഹല്ലേലൂയ. കുഴപ്പമില്ല. അപ്പൊ ശ്രദ്ധിക്കുക, അവിടുന്ന് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമാണ്. പൂർണ്ണ മനുഷ്യനായതുകൊണ്ടാണ് അവിടുന്ന് പടകിൽ ഉറങ്ങിയത്. പൂർണ്ണ ദൈവമായതുകൊണ്ടാണ് കാറ്റിനെയും കടലിനെയും ശാസിച്ച് അമർച്ച ചെയ്തത്. സ്തോത്രം. അവിടുന്ന് പൂർണ്ണ ദൈവമായി, അതുകൊണ്ടാ വിശന്നത്. മനുഷ്യനായതുകൊണ്ടാ വിശന്നത്. പൂർണ്ണ മനുഷ്യനാ വിശന്നു. പൂർണ്ണ ദൈവമായതുകൊണ്ടാ 5 അപ്പം എടുത്ത് വാഴ്ത്തി 5000 പോഷിപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ദൈവത്തിന് മഹത്വം. പൂർണ്ണ മനുഷ്യനായതുകൊണ്ടാ ആ കല്ലറയ്ക്ക് ചെന്ന് കരഞ്ഞത്. സ്തോത്രം. പൂർണ്ണ ദൈവമായതുകൊണ്ടാ മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമായി ഇവനെ ഉയർപ്പിച്ചത്. ഇന്ന് രാത്രി ആ കർത്താവ് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് രാത്രി ദൈവത്തെ സ്തുതിക്കുക. അവിടുന്ന് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായിട്ട് വെളിപ്പെട്ടവനായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു ഏകദൈവമാണ്, നിത്യദൈവമാണ്, സത്യദൈവമാണ്, സാക്ഷാൽ ദൈവമാണ്, ജീവനുള്ള ദൈവമാണ്.
ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ രാജ്യത്വം, മനുഷ്യത്വം, ദാസ്യത്വം, ദൈവത്വം, അതാ 4 പേരും തെളിയിക്കുന്നുണ്ട്. അതിനുശേഷമാണ് അടുത്ത പുസ്തകം അപ്പോസ്തല പ്രവൃത്തി. യേശു 12 പേരെ തെരഞ്ഞെടുത്തു, തന്നോടുകൂടി ഇരിപ്പാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും രോഗികളുടെ മേൽ കൈവച്ചവർക്ക് സൗഖ്യം വരുത്തുവാനും ദൈവവചനം പ്രസംഗിപ്പാൻ ക്രിസ്തു 12 പേരെ തിരഞ്ഞെടുത്തു. യേശു ഡയറക്റ്റ് തിരഞ്ഞെടുത്തതാ 12 എന്നിട്ട് തന്നെ അതിലൊരുത്തം ജാജായിരുന്നു. അപ്പം നമ്മൾ പ്രാർത്ഥിക്കാതെ ഉപവസിക്കാതെ ഒക്കെ തിരഞ്ഞെടുക്കുന്നതിൽ മിക്കതും ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചാൽ മതി. വെറുതെ ഇതിനെ ആലോചന ഉണ്ടാക്കുന്നത്. ദൈവത്തിന് മഹത്വം. ഒരു രാത്രി മുഴുവൻ ദൈവം ഇരുന്ന് പ്രാർത്ഥിച്ച്, യേശു പ്രാർത്ഥിച്ച 12 തെരഞ്ഞെടുത്തത്. പ്രാർത്ഥിക്കാതെ ആരാധിക്കാതെ ദൈവമായിട്ട് ബന്ധമില്ലാതെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഇതെല്ലാം കാണിച്ച് തിരഞ്ഞെടുത്ത് വരുന്നതൊക്കെ എങ്ങനെയാണെന്ന് പിന്നീട് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ദൈവത്തിന് മഹത്വം. ചെറിയ ചോർച്ചയുണ്ട്. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക. അതിന്റെ പരുവത്തിന് പണ്ടൊക്കെ വീട്ടിൽ നമ്മൾ താമസിച്ച് നമ്മുടെ വീടും ചോരുമായിരുന്നല്ലോ. അന്നേരം എന്നാ ചെയ്യുന്നത്? വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോവാന്നോ? ഓ, ഈ വീട് ചോരുക, ഞാനിവിടെ താമസിക്കുന്നില്ലെന്നും പറഞ്ഞ് ഒന്നും ഓടുകയല്ല. എല്ലാം അവിടെ ഇരിക്കും. ഉള്ള പാത്രമെല്ലാം ഡവറ എടുത്ത് വെക്കും. കഞ്ഞി കുടിക്കുന്ന കിണ്ണനെടുത്ത് വെക്കും. സ്തോത്രം. പൊട്ടച്ചട്ടി കാണും, അതെടുത്ത് വെക്കും. അലൂമിനിയം കലം വെച്ചാൽ ഭയങ്കര ശബ്ദമാണ്, ശബ്ദമാണ്. പിന്നെ ഉറങ്ങാനും വെക്കുകയല്ല. അപ്പം ഇന്ന് അങ്ങനെയൊക്കെ അങ്ങ് സഹിക്കല്ലാതെ ഇപ്പം എന്നാ ചെയ്യാൻ? നമ്മുടെ പേരെ ചോരുക എടുത്ത് ഓടിയിട്ട് യാതൊരു കാര്യമില്ല. അപ്പുറത്തെ പേരെയും ചോരുക. ഇപ്പോഴല്ലേ വാർക്ക് കെട്ടിടവും ഓടും ഒക്കെ ആയത്. എന്നൊക്കെ കണ്ട വരുന്ന കണ്ടോ അതിൻ്റെ അതാണ് എനിക്കറിയാം. അതാ ചെയ്യേണ്ടത്. അത് തന്നെ അങ്ങനെ തന്നെ ചെയ്യണം. എനിക്കറിയാം. ബക്കറ്റ് വെച്ച് ഇനി ബക്കറ്റ് വരട്ടെ. അതൊക്കെ അതിൻ്റെ പിന്നെ അന്നേരം യുക്തമായിട്ട് അങ്ങ് ചെയ്യുക. അങ്ങനെ അല്ലയോ ശൗലിനോട് പറഞ്ഞത്? ഇതൊക്കെ സംഭവിക്കുമ്പോൾ നിനക്ക് യുക്തമെന്ന് തോന്നുന്നത് ചെയ്യണം. അത്രേ ഉള്ളൂ. അതിന് വേറെ കാര്യമൊന്നുമില്ല. അപ്പൊ ശ്രദ്ധിക്കുക. യേശു ക്രിസ്തു ഏക നിത്യ സത്യ ദൈവമാണ്. 100 സത്യ ദൈവമൊന്നേയുള്ളൂ. 100 ദൈവങ്ങൾ സത്യ ദൈവമൊന്നേ. ഏക സത്യ ദൈവം. യേശു ക്രിസ്തു ഏക അതാണ് തെളിയിക്കുന്നത്. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി ഇങ്ങനെയുള്ള കർത്താവിന്റെ അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മ പ്രവൃത്തിയാൽ നടത്തിയ പ്രവർത്തനങ്ങൾ മുഖാന്തരം നിരവധി സഭകൾ ഉടലെടുത്തു. ആ സഭകളെ കറതീർന്ന ഉപദേശത്തിൽ നിലനിർത്താൻ, അവരെ കർത്താവിന്റെ വരവിനായിട്ട് ഒരുക്കുവാൻ, യേശുവിന്റെ വീണ്ടും വരവിൽ കൈവിടപ്പെടാതിരിക്കുവാൻ, എല്ലാവരും നിത്യതയിലെത്തുവാൻ അവരെ നന്നാക്കിയെടുക്കാൻ വേണ്ടി എഴുതിയ ലേഖനമാണ് 21 ലേഖനങ്ങൾ. നമുക്കറിയാം, റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനം. ഈ 21 ലേഖനങ്ങളിൽ നമുക്കറിയാം സിംഹഭാഗ ലേഖനങ്ങളും ദൈവത്തിന്റെ ദാസനായ പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനങ്ങളാണ്. ദൈവത്തിന് മഹത്വം. പൗലോസാണ് കൂടുതൽ ലേഖനം എഴുതിയിരിക്കുന്നത്. ഏതാണ്ട് 14 ലേഖനം പൗലൂസിനാൽ എഴുതപ്പെട്ടു. ശിഷ്ടമുള്ള ലേഖനം യാക്കോബിന്റെ 1 ലേഖനം, യൂദയുടെ 1 ലേഖനം, പത്രോസിന്റെ 2 ലേഖനം, യോഹന്നാന്റെ 3 ലേഖനം. ഇങ്ങനെയാണല്ലോ 21 ലേഖനം. ഇതിലെ പൗലോസിന്റെ 14 ലേഖനങ്ങളെ തരംതിരിച്ചു പഠിക്കുമ്പോൾ നമുക്കറിയാം പൗലോസിന്റെ 3 ലേഖനങ്ങൾ തർജ്ജന ലേഖനങ്ങളാണ്. ഗലാത്യ ലേഖനം, കൊരിന്ത് ലേഖനം, എബ്രായ ലേഖനം. ഇത് 3ഉം തർജ്ജന ലേഖനമാണ്. ഈ 3 ലേഖനം തർജ്ജന ലേഖനമാകാൻ കാരണം നാടൻ ഭാഷ പറഞ്ഞ 3 പെശകിന് എതിരെയുള്ള ലേഖനമാണ്. 1 ഉപദേശ പെശക്, 2 ജീവിത പെശക്, 3 വിശ്വാസ പെശക്. അപ്പോൾ ഗലാത്യ ലേഖനം ഉപദേശ പെശകിന് എതിരെ എഴുതിയ ലേഖനമാണ്. കൊരിന്ത്യ ലേഖനം ജീവിത പെശക് കണ്ട് അവരെ കറക്റ്റ് ചെയ്യാൻ എഴുതിയ ലേഖനമാണ്. എബ്രായ ലേഖനം വിശ്വാസത്തിൽ പെശക് സംഭവിച്ച എബ്രായ ക്രിസ്ത്യാനികളെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിലനിർത്താൻ എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം. എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. അധ്യക്ഷൻ 10 മണി എന്ന് പറഞ്ഞെങ്കിലും പലർക്കും ദൂരമൊക്കെ പോകേണ്ടതാ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പരുവത്തിന് ഞാൻ നിർത്താം. എനിക്ക് നിങ്ങളുടെ നോട്ടോ ഇരിപ്പം കാണുമ്പോൾ അറിയാം ഇപ്പം നിർത്തണമെന്ന്. ഇപ്പം കുറച്ച് വർഷങ്ങളൊക്കെ ആയി ഇങ്ങനെയൊക്കെ പോകുന്നത് കൊണ്ട് ആ ഇരിപ്പൊക്കെ കാണുമ്പോൾ ചിലരുടെ നോട്ടോ ഇരിപ്പം കണ്ടിട്ട് ഇപ്പം തന്നെ അങ്ങ് നിർത്തുന്നതാണ് നല്ലത് എന്ന് തോന്നാറുമുണ്ട്. നോക്കട്ടെ. അപ്പൊ എന്തായാലും എബ്രായ ലേഖനം വളരെ ഈടുറ്റൊരു ലേഖനമാണ്. ശ്രദ്ധിക്കുക.
എബ്രായ ലേഖനം എഴുതിയത് പൗലോസ് അല്ലെന്ന് വാദിക്കുന്ന ശഠിക്കുന്ന ചിലരുണ്ട്. ഇത് മറ്റ് അപ്പോസ്തലന്മാരാൽ എഴുതപ്പെട്ടെന്നും ബർന്നബാസ് എഴുതുന്നും അഖിലാവും പ്രിസ്കല്ലോ അവരെ എഴുതിയെന്നും മറ്റ് സഭാപിതാക്കന്മാർ എഴുതിയെന്നൊക്കെ വാദിക്കാൻ ശഠിക്കുന്ന സ്ഥാപിക്കാൻ തുനിയുന്ന അനവധി നിരവധി വ്യക്തികളുണ്ട്. അന്നുകൊണ്ട് ഇന്നുമുണ്ട്, ഇപ്പോഴും അങ്ങനെ ചിന്തയുള്ളവരുണ്ട്. എന്നാൽ എബ്രായ ലേഖനം നന്നായി പഠിക്കുന്ന, ധ്യാനിക്കുന്ന, വായിക്കുന്ന, ഗ്രഹിക്കുന്ന ഒരു വേദ പഠിതാവിന് ബോധ്യപ്പെടും ഇത് മറ്റ് ലേഖനങ്ങൾ കൊണ്ട് ചേർത്ത് പഠിക്കുമ്പോൾ പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനങ്ങളാണ്. ചില തെളിവുകളൂടെ വെച്ച് ദൈവത്തിന് മഹത്വം. ഇതിലെ അധ്യായങ്ങൾ, അധ്യായത്തിൻ്റെ ഘടനകൾ, പദങ്ങൾ, പ്രധാന പദങ്ങൾ പഴയ നിയമ പ്രവചന പുസ്തകത്തിലേക്ക് വാക്യ സൂക്തങ്ങൾ കടമെടുത്ത് അല്ലെങ്കിൽ കോട്ട് ചെയ്ത് എബ്രായ ലേഖനത്തിൽ ചെലുത്തിയിട്ടുണ്ട്. മാത്രമല്ല ലേവ്യ പുസ്തകത്തിലെയും പുറപ്പാട് പുസ്തകത്തിലെയും ചില വാക്യശകലങ്ങൾ കോർത്തിണക്കി ചേർത്ത് അത് വളരെ ക്രമീകൃതമായ ചില പുതിയ നിയമ ഉപദേശങ്ങളും വിഷയങ്ങളും സ്ഥാപിക്കുവാനും തെളിയിക്കുവാനും ഒക്കെ കോർത്തിണക്കിയത് കൊണ്ട് ന്യായപ്രമാണത്തെപ്പറ്റി അഗാധ പാണ്ഡിത്യമില്ലാത്ത ഒരുവന് ഇത് എഴുതുവാൻ അസാധ്യമാണ്. അങ്ങനെയെങ്കിൽ ഹില്ലേലിൻ്റെ കൊച്ചുമകനാകുന്ന ഗമാലിയലിൻ്റെ പാദപീഠത്തിലിരുന്ന് ന്യായപ്രമാണത്തിൻ്റെ വസ്തുതകളെല്ലാം നന്നായി പഠിച്ച ധന്യനായ പൗലൂസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ് എബ്രായ ലേഖനം. തർക്കമൊന്നുമില്ല, തർക്കിക്കേണ്ട. അപ്പോൾ എബ്രായ ലേഖനം പൗലൂസിനാൽ എഴുതപ്പെട്ട ഈ ദുറ്റ ലേഖനമാണ്. നമുക്കറിയാം എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം ഏറെ നല്ലത് എന്നുള്ളൊരു പദമാണ്. ഏറെ നല്ലത്, ഏറെ നല്ലത് എന്ന് പറഞ്ഞാൽ വിട്ടുപോകുന്നതിനേക്കാൾ ഏറെ നല്ലതും നല്ല സ്ഥലത്താണ് നിങ്ങൾ വന്ന് നിൽക്കുന്നത്. സംശയമൊന്നും വേണ്ട. ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് ഇത് അല്ലല്ല അപ്പൊ നല്ല സ്ഥലത്താണ് ദൈവം കൊണ്ടുവന്നിരിക്കുന്നത്. നിരാശയൊന്നും ഉണ്ടാകണ്ട. ദൈവത്തിന്റെ മഹത്വം. ഇതിലെ പ്രതിപാദ്യ പുരുഷൻ ഏറ്റവും ശ്രേഷ്ഠനാകുന്ന യേശു ക്രിസ്തു, നമുക്കതറിയാം. അപ്പോൾ ഏറെ നല്ലത് എന്നുള്ള പദവും പ്രതിപാദ്യ പുരുഷൻ എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന യേശു ക്രിസ്തു, ദൈവത്തിന് മഹത്വം. എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം ഏറെ നല്ലത് എന്ന് പറയാൻ കാരണം എബ്രായ ക്രിസ്ത്യാനികളെ പറ്റി പഠിക്കുമ്പോൾ ഇവരിൽ സിംഹഭാഗം ആൾക്കാരും യഹൂദ മതം വിട്ട് നസ്രായ മാർഗത്തിന്റെ പിറകെ വന്നവരാ. യഹൂദ മതം വിടുക, ഒരു യഹൂദൻ യഹൂദ മതം വിടുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം മതത്തിൽ വളരെ പഴക്കമുള്ളതും ഈടുറ്റതും ശ്രേഷ്ഠതയുള്ള മതമാണ് യഹൂദ മതം. ദൈവത്തിന് മഹത്വം. അബ്രഹാം എന്ന വ്യക്തിയിൽ നിന്നായി ജാതി, ജനത, വംശം ഉടലെടുക്കുന്നത്. മെസൊപ്പൊത്താമിയയിൽ നിന്ന് ദൈവം തമ്പുരാൻ അബ്രഹാമിനെ ഏകനായി വിളിച്ചു. അബ്രഹാമിൽ നിന്ന് ഇസഹാക്ക്, ഇസഹാക്കിൽ നിന്ന് യാക്കോബ്, യാക്കോബിൽ നിന്ന് 12 ഗോത്ര പിതാക്കന്മാർ, അവരുടെ സന്തതി പരമ്പരകളാണ് എബ്രായ ജനം, യഹൂദ ജനം. അപ്പോൾ ഈ ജാതി വളരെ ശ്രേഷ്ഠതയുള്ള ജാതിയാണ്. പുസ്തകത്തിൽ വാക്യവും അങ്ങനെ ഇതുപോലെ ശ്രേഷ്ഠ ജാതി ഏതുള്ളെന്ന റോമാലേഖനം 9:3 ഈ ജാതികളുടെ ക്വാളിറ്റി അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് പെട്ടെന്ന് വായിച്ചു. റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 3 മുതൽ വായിച്ചു. എല്ലാം വായിക്കാൻ നേരമില്ലല്ലോ. 3 മുതൽ വായിക്കും. ജഡപ്രകാരം ക്വാളിറ്റി, വിശേഷതകൾ, ഗുണഗണങ്ങളാ. അവര് ഇസ്രായേലിയർ പിന്നെ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്ക് മാത്രമുള്ളത്. അടുത്തത് പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. അവർക്കുള്ളത് പിന്നെ ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. ഈ ജാതിക്ക് വേണ്ടി മാത്രം ദൈവം വെച്ചിരുന്നതാ. വിശേഷതകൾ അവർക്ക് പിതാക്കന്മാരും അവർക്കുള്ള അവരാ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നൊക്കെ പ്രാർത്ഥിക്കും. നമ്മൾ കയറി പ്രാർത്ഥിക്കരുത്. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം എന്ന് പറഞ്ഞാൽ ചോദിക്കും എന്നെ വിളിച്ച എന്തിനാന്ന് ചോദിക്കും. ആരാന്ന് മനസ്സിലായിട്ടാണ്. ജോറുട്ടി എന്തിനാ വിളിച്ചെന്ന് ചോദിക്കും. നിങ്ങൾ വിളിച്ചില്ല, എന്റെ വെമ്പള ഇരുന്ന് യാചിക്കും. അത് പോവുകയില്ല. മനസ്സിലായി. അങ്ങനെ പലരും വരും, പലരും വരും. സൂക്ഷിച്ചൊന്നും നോക്കണ്ട. ഇവിടെ പിന്നെ എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിക്കുന്ന പറയും എന്റെ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ആ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചത്, എന്റെ ദൈവത്തിൽ ഏറ്റെടുത്തത്. സ്തോത്രം. അവർക്ക് ആ പിതാവും അവരാ മക്കളും. അപ്പോൾ പിതാക്കന്മാരുടെ ദൈവമെന്ന് കയറി പറയണം എന്റെ ദൈവമെന്ന് പറ. അതാ നല്ലതാണ്. അതാ നല്ലതും ചൊവ്വും. അതാ എന്റെ ദൈവം. അല്ല, പിതാക്കന്മാരും അങ്ങനെ പറഞ്ഞു. ദാവീദ് പറഞ്ഞു ഞാൻ എന്റെ ശബ്ദം ഉയർത്തി എന്റെ ദൈവത്തോട്. അതിലെ ഉപദേശം പാടിയത് എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ
എന്റെ ദൈവം മഹത്വത്തിൽ അറിയാവുന്ന ആദിശോണി തന്നെ നേസിപ്പാൻ ഏതും കാര്യമില്ല എൻ്റെ ഉള്ളം ചൊല്ലുന്നു. ഏതൊരു കാര്യമില്ലെന്നെ ഉള്ളം ചൊല്ലുന്നു. കരമുയർത്ത് ദൈവത്തെ സ്തുതിക്കാം. അപ്പോൾ പിതാക്കന്മാരുടെ ദൈവമെന്ന് കയറി പറയണ്ട, എന്റെ ദൈവം എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഈ വിശേഷതകളെല്ലാം യഹൂദനുള്ളതാണ്. മാത്രമാണോ യെരൂശലേം പള്ളി, തലകെടുപ്പോടെ നിൽക്കുന്ന പള്ളി, യെരൂശലേം പട്ടണം, യഹൂദന്റെ അവരുടെ അഭിമാനമായ യെരൂശലേം. ഏത് സ്ഥലത്തും ഏത് രാജ്യത്തും എവിടെ പോയാലും യെരൂശലേമിനെ നോക്കിയാ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പുസ്തകത്തിൽ വാക്യമുണ്ട്, നിങ്ങൾ എവിടെ ചെന്നാലും യെരൂശലേമിനെ നോക്കി പ്രാർത്ഥിക്കണം. ദാനിയേൽ അതുകൊണ്ടാ എങ്ങോട്ട് നോക്കി? കിളിവാതില്. ആ കിളിവാതിൽ എന്നുള്ളത് ഇതിനെപ്പറ്റി പഠിച്ചിട്ടുള്ളവര് പറയുന്നത് ബാബിലോണിലെ മതിലുണ്ടല്ലോ, ആ മതിലിന്റെ മുകളിലായിരുന്നു ദാനിയേൽ പാർത്തുന്ന. മതിലിന്റെ അപ്പൊ നമ്മൾ മതിലിന്റെ മേളിൽ, മതിൽ നമ്മുടെ മതിൽ പോലല്ല. അനവധി രഥങ്ങൾക്കും കുതിരകൾക്കും ഒരേപോലെ ഒരു സമയത്ത് നിരന്ന് സഞ്ചരിക്കത്തക്ക വിധത്തിലുള്ള മതില, അല്ലാതെ ഹോളോ ബ്രിക്സ് കൊണ്ട് കെട്ടിയ മതിലല്ല. കാറ്റടിച്ചപ്പോ അപ്പുറത്തവാറിന്റെ പരയിടത്തിലോട്ട് മതില്. അപ്പൊ ആ മതിലിന്റെ മുകളിലാണ് ദാനിയേൽ അതുകൊണ്ട് അവിടെ നിന്ന് നേരെ അങ്ങോട്ട് നോക്കി പ്രാർത്ഥിച്ചത്, കിളിവാതില്. അപ്പൊ യെരൂശലേം യഹൂദന്റെ അഭിമാനം. അങ്ങനെയാണല്ലോ പുസ്തകത്തിലെ വാക്യവും, യെരൂശലേമേ ഞാൻ നിന്നെ മറക്കുന്നുവെങ്കിൽ എന്റെ വലങ്കൈ നിന്നെ മറന്നു പോകട്ടെ. യെരൂശലേമിന് മുഖ്യ സന്തോഷത്തെക്കാൾ വിലമതിക്കാതെ പോയാൽ എന്റെ നാവ് അണ്ണാക്കോട് പറ്റിപ്പോകട്ടെ. അവൻ തമ്മിൽ ഇണക്കിയ നഗരമായി പണിതിരിക്കുന്ന സ്തോത്രം. അവിടെ ദൈവാലയം, തലയെടുപ്പോടെ നിൽക്കുന്ന യെരൂശലേം ദേവാലയം, യഹൂദന്റെ അഭിമാനമായ ദൈവാലയം. 3 ഭാഗങ്ങളായിട്ടാ നമുക്കറിയാം. പ്രകാരം വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. അപ്പോൾ പുരോഹിതന്മാർ നിരവധി, മഹാപുരോഹിതൻ എന്ന് വേണ്ട കോടിക്കണക്കിന് വിലമണിക്കുന്ന സ്ഥാപന ജംഗമ വസ്തുക്കൾ, പള്ളിയും പള്ളിയുടെ പരിസരവും അതിന്റെ ചുറ്റുപാടുമൊക്കെ, ജാതിയിൽ ശ്രേഷ്ഠര്, ആമേൻ, പുരോഹിത വരേണ്യന്മാര്, ഇതൊക്കെ യഹൂദന്റെ അഭിമാനമാണ്. യെരൂശലേം പട്ടണവും യെരൂശലേം നഗരവും. അതുകൊണ്ടാണ് ദാവീദ് രാജാവായപ്പോൾ യെരൂശലേം പിടിക്കാൻ വരുവാന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പോൾ അന്ന് അവിടെ ഉള്ള യബൂസിന് പറഞ്ഞു, ദാവീദ് ഇവിടെ കടക്കത്തില്ല. അപ്പോൾ ദാവീദ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എവരെയെല്ലാം കൂടെ തകർക്കണമെന്ന് പാട്ടുകൾ. സാറിന് വരി എഴുതി, നോക്കില്ലാർക്കും മതിവര മന്ദിരം, നോക്കില്ലാർക്കും മതിവര മന്ദിരം. അഭിമാനമായ കാര്യമാണ് ഈ പള്ളി. പട്ടക്കാര്, പുരോഹിത വരേണ്യന്മാര്, ദാവീദിന്റെ കാലത്ത് 24 കൂറിലാണല്ലോ പുരോഹിതന്മാരെ നിയമിച്ചത്. ആ അബിയാക്കൂർ മുതൽ സെക്കറിയാക്കൂർ വരെ 24 കൂറിന്റെ ക്രമത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന പുരോഹിത വൃന്ദങ്ങൾ. ഇവരെ എല്ലാം നിയന്ത്രിക്കുവാൻ മഹാപുരോഹിതൻ സ്ഥാനച്ചിഹ്ന വേഷ വിഭൂഷിതനായിട്ട് നിൽക്കുന്നു. മാത്രമല്ല പള്ളിയും പള്ളിയുടെ ചുറ്റുപാടും സ്ഥാപന ജംഗമ വസ്തുക്കൾ, ജാതിയിൽ ശ്രേഷ്ഠര്, മുമ്പേ വായിച്ചു കേട്ടതുപോലെയുള്ള അവകാശങ്ങളും പ്രമാണങ്ങളുമില്ല ഇവർക്ക് തന്നെ. യഹൂദനെ എവിടെ വെച്ച് കണ്ടാലും അറിയാം. പെന്തിക്കോസുകാരെ ഇപ്പൊ എവിടെ വെച്ച് കണ്ടാലും ഒന്നും എല്ലാരും ഒന്നും അറിയത്തില്ല. സൺഡേ സ്റ്റേജിൽ നിന്ന പാസ്റ്റർ അല്ല മൺഡേ നെടുങ്കണ്ടത്ത് നിൽക്കുന്നത്. സൺഡേ കണ്ടപ്പം നന്നായിട്ട് നിൽക്കും.
നെടുങ്കണ്ടത്ത് വെച്ച് കണ്ടപ്പം കാട്ടാക്കുസ്തിക്കാരെ നിൽക്കും പോലെ നിൽക്കുന്നു. പിന്നെ നമ്മൾ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ആ ഭാഷ നമ്മളെ പിടികിട്ടി. എല്ലാവരുടെയും കാര്യമല്ല, പൊതുവിലൊരു അഭിപ്രായം പറഞ്ഞതാണ്. സ്തോത്രം. ഒരു ദൈവ പൈതലിനെ എവിടെ വെച്ച് കണ്ടാലും അറിയണം. വസ്ത്രത്തിൽ മാത്രമല്ല, സംസാരം, ശൈലി, ഇടപാട്, സമീപനം, രീതി, പോക്ക്, വരവ്, ഉടുപ്പ്, നടപ്പ്, കൊടുപ്പ്, എല്ലാം അറിയണം. ആഴമെന്ന് പറഞ്ഞ നല്ല ആഴം. ഇവിടെ രണ്ട് വിഷയമാണ്. ഒന്ന്, കുടിക്കും തോറും ദാഹം ഉണ്ടാക്കുന്ന വെള്ളവും അവിടെ വന്നു നിൽക്കുന്നത് കുടിച്ചാൽ ദാഹം തീരുന്ന വെള്ളവുമാണ്. അത് ജീവന്റെ ഉറവാകുന്ന യേശു. ദൈവത്തിന്റെ മഹത്വം. രണ്ടുപേര് തമ്മിലുള്ള സംഭാഷണം. ഇവിടെ ഒത്തിരി ഉപാധി പറഞ്ഞു എന്റെ വിഷയം നല്ല ആഴമുണ്ടെന്ന്. ഇപ്പോഴും അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് എന്തോ ആഴമുണ്ട്, നിങ്ങൾക്കൊരു ഹോള് പോലും ഇല്ലല്ലോ. ഞങ്ങൾക്ക് അങ്ങനെയാണോ? ആഴത്തിലൊന്നും വലിയ കാര്യമില്ല. സ്തോത്രം. ആഴത്തിൽ കാര്യമില്ല. അതിന് ഒരു തെളിവ് തരാം. ആഴമൊക്കെ നല്ലതാ. അതിന് നമ്മൾ വീണ്ടും ഉപാധി പറഞ്ഞു, പാരമ്പര്യം പറഞ്ഞു. യാക്കോബ് കുഴിച്ചതാണ്. യാക്കോബ്, നീ യാക്കോബിനേക്കാളും വലിയവനാണോ? ആളറിയാതെ കയറി മുട്ടുക. അങ്ങനെയുള്ള ആൾക്കാരെ ആളറിയാതെ കയറി നമ്മുടെ ഇടയിലും ഉണ്ട്. ചില നാട്ടിലൊക്കെ ചെല്ലുമ്പം ഇടപെടാൻ ആളറിയാതെ കയറി മുട്ടിയ പോയി പറ്റുണ്ടാകുക. ഇവിടെ ആളറിയാതെ കയറി പറഞ്ഞു, നീ യാക്കോബിനേക്കാളും, ഇത് യാക്കോബ് കുടിച്ച കിണറാണ്. കർത്താവ് പറഞ്ഞ അവിടുന്ന് ആരാ? അവിടുന്ന് യാക്കോബിനേക്കാളും വലിയവനാ. അല്ല, അവളോട് പറഞ്ഞു കഴി, നീ യാക്കോബ് തന്ന കിണറാന്നാ പറഞ്ഞത്. യാക്കോബിന്റെ വല്യപ്പനുണ്ട് അബ്രഹാം. ഞാൻ അബ്രഹാമിന് മുമ്പേ ഉള്ളവനാ. നീ യാക്കോബിന്റെ പാരമ്പര്യം പറഞ്ഞിരിക്കുക. യാക്കോബിന്റെ വല്യപ്പൻ അബ്രഹാമിന് മുമ്പേ ഉള്ളവനാ. അപ്പൊ യഹൂദന്മാരെടുത്ത് ചോദിച്ചു, നിനക്കിപ്പോ 50 വയസ്സുണ്ടോന്ന്? നിനക്കിപ്പോ? അപ്പൊ ഇവര് കണക്കെല്ലാം പെട്ടെന്ന് കൂട്ടും. കണക്ക് കൂട്ടിയിരിക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. എപ്പം നിർത്തും? 10 പറഞ്ഞെങ്കിലും 10 കണക്ക് കൂട്ടുക. സ്വോത്രങ്ങൾ ചീടണോ? പുള്ളിക്ക് വേറെ എവിടെ നിന്ന് കിട്ടാൻ ചാൻസ്? എല്ലാം കണക്ക് കൂട്ടിയിരിക്കുക. ആട്ടെ, എന്റെ വിഷയമല്ല. ഞാൻ ആ ഭാഗം തൊടുന്നില്ല, വിട്ടേക്കാൻ. വെറുതെ എന്തിനാലും ഉണ്ടാക്കാം. ഈ കിണർ, ഈ ആഴത്തിലൊന്നും വലിയ കാര്യമില്ല. ആഴത്തിൽ കാര്യമില്ലെന്ന് പറയാൻ ഒരു കാരണം പറയാം. അവര് തമ്മിൽ സംഭാഷിക്കുമ്പം വെള്ളം യേശു ചോദിച്ചു. എപ്പോഴാ ഈ സമയം എപ്പോഴായിരുന്നു ഇവര് തമ്മിൽ സംഭാഷിച്ച്? സഹോദരി പറ. അങ്ങോട്ട് പുള്ളി പറയത്തില്ല, ഇങ്ങോട്ട് നോക്കി പറ. ഉറക്ക പറ. ഉച്ചയ്ക്കാ സാധാരണ വെള്ളം കോരാൻ പോകുന്ന? ഉച്ചയ്ക്കാന്നോ അതോ ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട്? പണ്ടൊക്കെ അങ്ങനെ നാട്ടിലെ എവിടെയെങ്കിലും ഒരു പൊതു കിണർ കാണും, ഇല്ലെങ്കിൽ അയലത്തെ വീട്ടിൽ കിണർ കാണും. ഉച്ചയ്ക്ക് ആരാ വെള്ളം കോരാൻ പോവുന്നേ? ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം, അങ്ങനെയൊക്കെയാ. പക്ഷെ ഇവള് പോയത്, എന്റെ ഒരു ചിന്ത പറയാം, ഇഷ്ടമുണ്ടോ ചോദിച്ചാൽ മതി. ആരും കാണണ്ട, ആരും അറിയണ്ട, ആരെയും കാണാതെ എന്ന് ഇച്ചിരി വെള്ളവും മൂടിക്കൊണ്ട് പോരാം എന്ന് ചിന്തിച്ചാ പക്ഷെ ഇവളെ കാണാൻ വേണ്ടി തന്നെ ഒരുത്തൻ അവിടെ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ആരും അറിയണ്ട, ആരും കേൾക്കരുത്, ആരും എന്നെ അറിയണ്ടെന്നൊക്കെ ചിന്തിച്ച് നിങ്ങൾ ഇരിക്കുക. പക്ഷെ നിങ്ങളെ അറിയുവാൻ, കാണുവാൻ ഒരുവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. സൂക്ഷം. സൺഡേ സ്കൂൾ പിള്ളേരൊക്കെ പാടി കേട്ടിട്ടുണ്ട്. പിന്നെ ഈ യൂത്ത് പിള്ളേരുടെ പ്രോഗ്രാമിനൊക്കെ സഭായത്തിന് അങ്ങനെ ആ പാട്ട് പാടി ആത്മാവിലാകുന്നത് അങ്ങനെ കണ്ടിട്ടില്ല.
വേറെ ഉണ്ടല്ലോ. എങ്കിലും മോളാണ് ഇവിടെ വന്നില്ലേ സംഗീതം എനിക്കും സ്വരമുണ്ട്. അങ്ങനത്തെ അല്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. ഏതായാലും ഞാൻ അവിടെ യോഗ്യമായിട്ടാ ഇരിക്കുന്നത്. മറ്റേത് രണ്ടും കുഴലും ആട്ടെ ആട്ടെ ആട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതുപോലൊരു ഫോട്ടോ കൊടുത്താൽ മതിയായിരുന്നു. നമ്മൾ തന്നെയല്ലേ ആയിരിക്കുന്നത്. അതാ ഇനിയും കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കാം. നമ്മൾ ആത്മീയ ശുശ്രൂഷ അതുകൊണ്ട് പറഞ്ഞു പിണക്കമൊന്നും ഇല്ലല്ലോ. ബാക്കി വായിച്ചു തരണം. തെറ്റിക്കുകയും ചെയ്യരുത്. അപ്പൊ പണ്ട് സൺഡേ സ്കൂളിനും യൂത്തിന്റെ പിള്ളേര് പാടും. തെറ്റ് കാണാൻ പാടി സഹായിക്കണേ. പഴയ ഒരു പാട്ടാ. അത് പിള്ളേരാ സാധാരണ പാടുന്നത്. അതിന്റെ പറ്റി അങ്ങനെ നട്ടുച്ച നേരത്ത് അതാ. അയ്യോ നീയൊരു കൂതൽ, ഞാൻ ഇന്നൊരു ജമര്യായ സ്ത്രീ, ഞാൻ വെള്ളം തൊട്ടാൽ തീണ്ടലില്ലേ, ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ തീണ്ടലില്ലേ. ഉദ്ദേശിച്ച് മനസ്സിലായി കാണുമല്ലോ. നിങ്ങൾ എത്ര പേരുണ്ട്? കുറച്ച്. ആഴമില്ലല്ലോ. നിങ്ങളുടെ ഉപദേശിമാരെ കണ്ടാ എന്നാ കൊള്ളാം. ഞങ്ങളുടെ ആൾക്കാരെ ഒന്ന് കാണാൻ തന്നെ ചുമ്മാ പോകുന്നു. അവൻ വഴിയെ കൂടെ പോയതാ, പോകുന്നില്ല. പിന്നെ ദാഹിക്കും. അതാ ആഴത്തിൽ വലിയ കഥയില്ല. ഭയങ്കര ആഴമൊക്കെയാ. പക്ഷെ ഇതുവരെ ദാഹം തീർന്നിട്ടില്ലല്ലോ. ഓരോ വർഷവും പോവല്ലേ, ഓരോ മാസവും പോവല്ലേ, സ്തോത്രം, ഓരോ ദിവസവും പോവല്ലേ. ആഴത്തിലൊന്നും വലിയ കഥയില്ല. ദാഹം തീരുന്നതാ വിഷയം. എന്നാൽ കിണറ്റിക്കര നിൽക്കുന്നവൻ ദാഹം തീർക്കുന്നവനാ. ഇന്ന് രാത്രി നിന്റെ ദാഹത്തെ തീർക്കുവാൻ കഴിവുള്ള യേശു ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് വലിയ കഥയൊന്നുമില്ല. അതിന് കാരണമുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് ഇതിനകത്ത് കഴമ്പില്ലെന്ന് പറയാ. അവള് പറയാ ഈ കിണറ്റിലോട്ട് വരണമെങ്കിലേ കയ്യിൽ എന്തെങ്കിലും വേണം. അതവൾ പറഞ്ഞ കൈ പാത്രമൊന്നുമില്ലല്ലോ. ഇങ്ങോട്ട് വരണമെങ്കിൽ കയ്യിൽ എന്തെങ്കിലും വേണം. ലിസ്റ്റൊക്കെ തരും, ഇന്നതൊക്കെ കൊണ്ടുവരാൻ. മനസ്സിലാകുന്നില്ല. മനസ്സിലാകാഴ്ചയൊന്നുമില്ല. ഒന്നിന്റെ ആഴമൊക്കെ ഉണ്ട്, പക്ഷെ ദാഹം തീരുകയല്ല. എന്നാലും ഇത് ഇച്ചിരി കിട്ടാൻ കയ്യിൽ എന്തേലുമൊക്കെ വേണം. അതിനവർ പറയും ഇന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ. വരുന്ന വരവിനും ഉണ്ട് വ്യത്യാസം. എന്നിട്ടും ദാഹം തീരുന്നില്ല. എന്നാൽ ജീവജലത്തിന്റെ ഉറവയാകുന്ന യേശുവിന്റെ അടുക്കൽ നീ ഒന്നും കൊണ്ടുവരണ്ട. നിന്റെ 10 പൈസയും വേണ്ട, തിരിയും വേണ്ട, ഒന്നും വേണ്ട. നിന്റെ പൂവൻകോഴിയും വേണ്ട, പിടക്കോഴിയും വേണ്ട, നിന്റെ കപ്പയും വേണ്ട, കാച്ചിലും വേണ്ട, ചേനയും വേണ്ട, ചേമ്പും വേണ്ട, ഒന്നും വേണ്ട. നിന്നെ മതി. നീ ഇഞ്ഞു വന്നാ മതി. ഒന്നും വേണ്ട, ഒന്നും വേണ്ട. സ്തോത്രം. ആട്ടെ, ഞാൻ ആ ഭാഗം അങ്ങനെ അങ്ങ് വിടുക. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രി ആ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. അവിടുന്ന് ജീവനായകനാണ്, രക്ഷാനായകനാണ്. അപ്പൊ ഇവര് ഈ സ്ഥാനപേക്ഷ വിഭൂഷിതരായി പുരോഹിതന്മാർ, സ്ഥാപന ജംഗമ വസ്തുക്കൾ ഇതെല്ലാം വിട്ടേച്ചാ ഇവര് നസ്രായിന്റെ പുറകെ വന്നത്. അങ്ങനെ വന്ന ഇവർക്ക് കുറച്ചു കഴിഞ്ഞപ്പോ തോന്നി വിട്ടതല്ല അബദ്ധമായോ എന്ന്, ഉപേക്ഷിച്ചത് മണ്ടത്തരമായോ, വേണ്ടാന്ന് വെച്ചത്
അബദ്ധമാകുന്ന ഒരു ചിന്ത. അങ്ങനെ ഇപ്പൊ നമ്മുടെ ഇടയിലും ചില ചിന്തകളുണ്ട്. കമ്മലുമാലയെല്ലാം ഊരിയത് മണ്ടത്തരമായി വന്നു. അങ്ങയിലെ സൂസി ഇപ്പം പെന്തിക്കോസില്ല, പക്ഷെ അവള് ഇടുന്നുണ്ട്, ആടുന്നുണ്ട്. ഞാൻ ഊരിയത് മണ്ടത്തരമാന്നാ എനിക്ക്. അല്ല, അങ്ങനെ വല്ലതും ചിന്ത ഉണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ ചില പൂഞ്ഞാൻ ഉപദേശമാര് പെന്തിക്കോസ് വന്നിട്ട് ഇടുന്നോണ്ട് കുഴപ്പമില്ലെന്നാ. പൂഞ്ഞാൻ ഇതിന് വില കൊടുത്തവരുണ്ട്. ഉണ്ട്. ഈ വിഷയത്തിൽ ഉപദ്രവങ്ങളേറ്റ അനേക വിശുദ്ധന്മാര് മൺമറഞ്ഞു പോയി. ഉപദേശത്തിനും പ്രമാണത്തിനും വേർപാടിന്റെ ഉപദേശ സത്യങ്ങൾക്ക് വേണ്ടി ധീരതയോടെ നിന്ന് ആക്ഷേപങ്ങളും നിന്ദകളും പീഡകളും സഹിച്ച് അക്കരെ നാട്ടിലെത്തിയ ഒന്നും രണ്ടും പേരുമല്ല, ലക്ഷക്കണക്കിന് ആൾക്കാരാ. അക്കരെ നാടെത്തിയ വിശുദ്ധ സംഘക്കാർ കാത്തു പാർക്കുന്നുണ്ടു നാമം ചേർന്നിടുവാനാ. കാത്തു പാർക്കുന്നുണ്ടു നാമം ചേർന്നിടുവാനായി. ആനന്ദകരം നീട്ടി ഏറ്റം പുഞ്ചിരി തൂകി ആനന്ദകരം പോകാം നമുക്ക്. സംഘം ഹല്ലേലൂയ പാടിയാക്കുന്നു. സംഘം ഹല്ലേലൂയ പാടിയാക്കുന്നു. വിശ്രമം കൂടാതെ വിശ്രാമികളിലാ. വിശ്രമം കൂടാതെ വിശ്രാമികളിലാ. ഗീതാമോദമോടെന്നു വാഴ്ത്തിടുന്നു. ഗീതാമോദമോടെന്നും വാഴ്ത്തിടുന്നു. പരമേ പോകാം നമുക്ക് സിയോൻ പുരിയിൽ. പോകാം നമുക്ക് സിയോൻ പുരിയിൽ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. ഇതിന് വില കൊടുത്തവരും ചുമല് കൊടുത്തവരുണ്ടെന്ന്. നീ ഉപേക്ഷിച്ചത് മണ്ടത്തരമല്ല. ഞാൻ പെന്തിക്കോസുകാരോട് ഉറപ്പിച്ചും പറയുക, എന്റെ മാന്യ സഹോദരി, അമ്മേ, എന്റെ പ്രിയ സഹോദരങ്ങള്, ആഭരണം വർജിച്ചത് മണ്ടത്തരമൊന്നുമല്ല, അബദ്ധമൊന്നുമല്ല. അതിന് നിനക്ക് പ്രത്യേക പ്രതിഫലം അവിടെ ചെല്ലുമ്പോ ഉണ്ട്. അതുകൊണ്ട് ഇത് ഉപേക്ഷിച്ചത് പോഷത്വമാണെന്ന് ധരിക്കരുത്. സ്തോത്രം, സ്തോത്രം. മീശ പഠിച്ചത് മണ്ടത്തരമൊന്നുമല്ല. ആൾക്കാർ പറയും, ഓ കരിക്കിന്റെ മോന്ത എത്തിയ പോലെ. നല്ല വെയിലുള്ള റോഡ് യാത്ര ചെയ്യുമ്പോൾ കരിക്ക് കൂട്ടിയിട്ടുണ്ട്. നമ്മൾ പറയും ഒരു കരിക്കതാ, അവന് നല്ല മൂർച്ചയുള്ള കൊടുവാള. അതുപോലല്ലേ ഇരിക്കുന്ന. തപ്പി നോക്കിക്കേ, കരിക്ക് എത്തി വെച്ച പോലെ. അബദ്ധമൊന്നുമല്ല, അബദ്ധമല്ലെന്ന് ഞാൻ രണ്ട് ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഒത്തിരി ഉണ്ട്. ലോകത്തിൽ കൂത്തുകാഴ്ച പോലെ നീ വേർപാട് ഉപദേശങ്ങൾക്ക് വേണ്ടി നിവരെ നിൽക്കുമ്പോൾ എല്ലാവരും നിന്നെ കൂത്തുകാഴ്ചയായി എണ്ണും. അങ്ങനെയൊക്കെ സഹിച്ചു നിന്നാലേ കൂടെ വാഴാൻ പറ്റൂ. ഇടയ്ക്ക് കയറി ഞാൻ പറഞ്ഞുള്ളൂ, ഇവർക്ക് എബ്രായ ക്രിസ്ത്യാനികൾക്ക് ഒരു ചിന്ത വിട്ടുപോണത്, ഉപേക്ഷിച്ചത്, വർജിച്ചത് മണ്ടത്തരമായി വന്ന് ക്ഷീണിച്ചു. ഇങ്ങനെ ക്ഷീണിച്ചവരെ വിശ്വാസത്തിൽ ക്ഷീണം വന്നപ്പോൾ അവരെ വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തി പ്രബോധിപ്പിക്കുക. നിങ്ങൾ ഉപേക്ഷിച്ചത്, വേണ്ടാന്ന് വെച്ചത്, വർജിച്ചത് ദൈവത്തിന്റെ മഹത്വം. അങ്ങനെ ഇവരെ ഉറപ്പിക്കാൻ എഴുതിയ ലേഖനമായ എബ്രായ ലേഖനം. എന്നിട്ട് പറഞ്ഞു, ക്ഷീണിക്കരുത്. ഇതിലെ പ്രതിപാദ്യ പുരുഷൻ എല്ലാവരും ശ്രേഷ്ഠനാകുന്നു. അവിടുന്നാണ് യേശുവിന്റെ മഹിമ ശ്രേഷ്ഠത വെളിപ്പെടുത്തിയിരിക്കുക. അവിടുന്ന് എല്ലാവരിലും ശ്രേഷ്ഠന. യേശു ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, ജ്ഞാനസമ്പൂർണ്ണനും സൗന്ദര്യ സമ്പൂർണ്ണനും, പീതരക്തവും വൈഡൂര്യവും മാണിക്യവും മരതകവും നഗവർണിയും പുച്ഛരാഗോ ഗോമേരകമൊക്കെയായി രക്തങ്ങളാൽ അലങ്കൃതമായ ആ സൗന്ദര്യ സമ്പൂർണ്ണനാകുന്ന, ജ്ഞാനസമ്പൂർണ്ണനാകുന്ന, കരുത്തുള്ള, ബലമുള്ള, ശക്തിയുള്ള ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തു അപ്പോസ്തലന്മാരെക്കാൾ ശ്രേഷ്ഠൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യേശു ക്രിസ്തു മോശയേക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു ആമേൻ അഹരോനേക്കാൾ ശ്രേഷ്ഠ. ക്രിസ്തു
നോഹയേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു അബ്രഹാമിനേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു ദൈവാലയത്തെക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു പുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു മഹാപുരോഹിതനേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു മൽക്കിസദേക്കിനേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു സ്വർഗ്ഗത്തേക്കാൾ ശ്രേഷ്ഠൻ. ഇന്ന് രാത്രി ശ്രേഷ്ഠനാകുന്ന ക്രിസ്തു നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. മാറത്തും ഗച്ചകത്തുവനായി ചുട്ടുപടിപ്പിച്ച് വെള്ളോടിന് സദൃശമുള്ള ഭാരമുള്ളവനായി, അവൻ ധന്യനായ ഏകാധിപതിയായി, താൻ മാത്രം അമർത്യതയുള്ളവനായി, ആരും കാണാത്തവനായി, ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത മഹിമയുള്ള നസറായൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി അടുത്തിരിക്കുന്നവരെ നോക്കാതെ ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഇന്ന് രാത്രി നസറായൻ നടകൊണ്ടിരിക്കുക. എന്തിന്? നിന്റെ പാപത്തെ മോചിക്കുവാൻ, നിന്റെ രോഗത്തെ സൗഖ്യമാക്കുവാൻ, നിന്റെ കെടുതികളെ മാറ്റുവാൻ, നിന്റെ വ്യാധികൾക്കും മാറാ രോഗങ്ങൾക്ക് എറുതി വരുത്തി ഇന്ന് രാത്രി നിന്നെ വിടുവിക്കുവാൻ. അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക്. നസറായൻ വന്നിട്ടുണ്ട്. മഹത്വം അറ്റത്തം പോലവൻ ഇന്നിവിടെ ആഗതനായിട്ടുണ്ട്. ആകൃത്യമൊക്കെയും അനുതാപം ഏറ്റുപറയുമേ. വാഗ്ദത്തം പോലവൻ ഇന്നിവിടെ ആഗതനായിട്ടുണ്ട്. അകൃത്യമൊക്കെയും അനുതാപത്തോടെ ഏറ്റുപറയുമേ. പാപം പോക്കിടും, നിൻ രോഗം നീക്കിടും. പാപം പോക്കിടും, നിൻ രോഗം നീക്കിടും. ശുദ്ധനാക്കി നിന്നെ സ്വന്തം പുത്രനാക്കിടും. രക്ഷകരേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവേ. മഹത്വരാജനം നിന്നിലേക്ക് അവൻ എഴുന്നള്ളിയിടട്ടെ. രക്ഷകരേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവേ. മഹത്വരാജനം നിന്നിലേക്ക് അവൻ എഴുന്നള്ളിയിടട്ടെ. കർത്താവിന് മഹത്വം കൊടുക്കുക. ഇന്ന് രാത്രി നസറായ നമ്മുടെ നടുവിൽ ഇവിടെ ഇത് രക്ഷാനായകനാണ്, ജീവനായകന്, വിശ്വാസത്തിന് നായകന്. എന്നെ നോക്കാൻ കൊള്ളാവുന്നവനായ യേശു, കാണാൻ കൊള്ളാവുന്നവനായ യേശു. അല്ല നിന്റെ ബടലി എടുക്കാനിരിക്കല്ല. സ്തോത്രം. മനസ്സിലായോ? എന്നാ നിങ്ങളുടെയൊക്കെ പലരുടെയും മുഖത്ത് നോക്കിയാ എന്നാണ്, ഞാൻ ജോർജ് കുട്ടിയെ നോക്കിയ ഒരു പനിക്കോള. നോക്കിയതിന് ശേഷം പിന്നെ എനിക്ക് യേശു ഇന്ന് രാത്രി ആ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. നിന്നെ വിടുവിക്കുവാൻ, രക്ഷിക്കുവാൻ, ഉദ്ധരിക്കുവാൻ കഴിവുള്ള നസറായൻ ഈ രാത്രി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ആട്ടെ, സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് അധികം വിവരിക്കുന്നില്ല. ഓരോ അധ്യായത്തിലും യേശുക്രിസ്തുവിന്റെ മഹിമയെ അങ്ങോട്ട് വെളിപ്പെടുത്തി. ഈ 10-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം, ഏകയാഗത്താൽ സദാകാലത്തേക്കും യേശു പാപപരിഹാരം വരുത്തി. ഏകയാഗത്താൽ സദാകാലത്തേക്കും ആ പാപപരിഹാരം വരുത്തി യേശു ക്രിസ്തു ഇപ്പോൾ സ്വർഗത്തിലുണ്ട്. സ്വർഗത്തിൽ എന്തോ എടുക്കുന്നെന്ന് ചോദിച്ചാൽ പുസ്തകത്തിലെ വചനപ്രകാരം നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക. വായിച്ചേ 10-ാം അധ്യായത്തിന്റെ 19 മുതൽ താഴോട്ടുള്ള തിരുവെടുത്തുകൾ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് മാർത്ത ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. പ്രത്യാശയുടെ സ്വീകാര്യം അടുത്തു വരാൻ വിളിക്കുക. അതുകൊണ്ട് യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുപടിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലെങ്കിലുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതന് നമുക്കുള്ളത് കൊണ്ട് നാം ശുദ്ധ വെള്ളത്താൽ
ശരീരം കടുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ വാ തുറന്ന് പറ, വണ്ടിക്കൂലി മുടക്കി ഇവിടം വരെ വന്നതല്ലേ? ദൂരത്തിരിക്കുക. അടുത്ത് വരണം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇവര് അകന്ന് ദൂരത്തിരിക്കുക. അപ്പോൾ മാറി നിൽക്കേണ്ട, ധൈര്യത്തോടെ അടുത്ത് വാ. ആരംഭകാലത്ത് ഇവരടുത്ത് നിന്നവരാ. ഏതാ ഈ മാർഗത്തിൽ വന്ന സമയത്ത് അടുത്ത് നിന്നവരാ. ഒറ്റ കൂട്ടായ്മ മുടക്കുകയല്ല, ഒറ്റ സഭായകം മുടക്കത്തില്ല. അങ്ങനെയൊക്കെ സാക്ഷി പറഞ്ഞ് ഞാൻ കേട്ടുണ്ട്. ഞാൻ വിശ്വാസം വന്നിട്ട് 25 കൊല്ലം. അപ്പൊ ആരംഭ സമയത്ത് അടുത്ത് നിന്നവരാ ഇവര്. ആരംഭ സമയത്ത് ഈ ശുശ്രൂഷയ്ക്കും യേശുവിനോട് ചേർന്ന് നിന്നതിന് തെളിവാണ് വായിച്ച വാക്യത്തിലുണ്ട്. എന്നാൽ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചു. അങ്ങനല്ലേ 32 വായിച്ചേ. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചു. ആവക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച. ശ്രദ്ധിച്ചേ, ഉപദേശി ഓടുകയും ചെയ്തു. അങ്ങനെ ഉണ്ട് ആരംഭകാലത്തെ. ഞാൻ ഈയിടെ ഒരു വിവാഹ ശുശ്രൂഷയ്ക്ക് അവിടെ ചെന്നു ഒരു സ്ഥലത്ത്. അപ്പോൾ ഞാനൊരു സാക്ഷ്യം പറഞ്ഞു. എന്റെ സാക്ഷ്യമല്ല, പഴയൊരു സംഭവം. ആരംഭ സമയത്ത് ചങ്ങനാശ്ശേരിക്കടുത്ത മാമൂട് മാന്നില്ല. അവിടുത്തെ ഒരു വല്യപ്പച്ചന്റെ കൊച്ചുമോടെ കല്യാണമാണ്. പ്രസംഗം എനിക്ക് തന്നു. അപ്പൊ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് സന്തോഷമുണ്ട്. കാരണം അതിലൊരു കാര്യം, ഇന്ന് വിവാഹിതയാകാൻ പോകുന്ന ഏലിയാമ്മയുടെ അമ്മയുടെ വല്യപ്പനെ കുക്കുസാഹിബിന്റെ കാലത്താ സ്നാനപ്പെടുന്നത്. അന്ന് സ്നാനപ്പെടുമ്പോൾ കാന്താരി മുളക് ചാക്ക് കണക്കിന് ശേഖരിച്ച് ചന്തയിലുമൊക്കെ ചെന്ന് മേടിച്ച്, അന്ന് കാന്താരി സുലഭമാണ്, പറിച്ചും വിലയ്ക്കും അല്ലാതെയൊക്കെ കാന്താരി മുളക് ചാക്ക് കണക്കിന് കൊണ്ടുവന്ന് ആളെ നിർത്തി അരച്ച് ഈ വെള്ളത്തിൽ രാത്രി കലക്കി. അതിരാവിലെ സ്നാനം നടക്കുക. സ്നാനപ്പെടുന്നവനും പെടുത്തുന്നവനും എല്ലാം നീറിപ്പോഞ്ഞ് ആ ഉദ്ദേശത്തോടെ നീറ്റല് കൂടുമ്പോൾ ഓടിക്കോളുമല്ലോ. കലക്കിയവരെല്ലാം മാറി നിൽക്കുക, പുച്ഛം സംഭവം കാണാൻ. അന്നിരുന്ന ഉപദേശിമാര് ആത്മാവ് നിറഞ്ഞ് പ്രാർത്ഥിച്ച് ആ സ്നാനക്കുളത്തിന്റെ അവിടെയും വന്ന് ആത്മാവ് നിറഞ്ഞ് പ്രാർത്ഥിച്ച് അഭിഷേക സ്തോത്രം അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞു. പുള്ളിയുടെ പേര് യേശാവ്. ആ പേരാ ഞാൻ ഓർത്ത്. യേശാവ് സ്നാനപ്പെടുത്തി. യേശാവിന് സ്നാനപ്പെടുത്തിയ പുള്ളിക്കും കുഴപ്പം വന്നില്ല. പുറകെ പലരും വന്ന് സ്നാനപ്പെട്ട് ആർക്കും കുഴപ്പം വന്നില്ല. അവര് സന്തോഷത്തോടെ പാട്ട് പാടി പ്രാർത്ഥിച്ചും അത് കഴിഞ്ഞ് പിരിഞ്ഞു പോയി. കലക്കിയ പുള്ളി രക്ഷിക്കപ്പെട്ടു. ഇതാ പെന്തിക്കോസ്. മനസ്സിലായോ? അതുപോലെ തന്നെ ആ ദേശത്ത് കുറുമ്പനാടത്ത് കുക്കുസാഹിബ് വന്ന അങ്ങോട്ട് യോഗത്തിന് പോയപ്പോൾ അവിടെയുള്ള ആൾക്കാർ പേര് ഒന്നും പറയുന്നില്ല, സംഘടനയുടെ ഒന്നും പേര് പറയുന്നില്ല. വെറുതെ എന്തിനാ അലോഗ്യം ഉണ്ടാക്കുന്നേ? പാലം വലിച്ചു.
തടിപ്പാലമാണ്. സായിപ്പിന്റെ കാട് കയറി പോകുന്നുണ്ട്, 2 വീല്, അതിന് തടി. തൊണ്ണൂറ് കൊല്ലം മുമ്പിലത്തെ കാര്യമാണ് പറഞ്ഞത്. പാലം വലിച്ചു. പറഞ്ഞറിവാ. അത് അങ്ങേര് വന്ന് ഇടിച്ചപ്പോ പുള്ളി ഇങ്ങനെ സ്തോത്രം പറഞ്ഞുകൊണ്ട് നിന്നു. ഇടിച്ച നായര് ഇടിച്ചൂപ്പാട് വന്നു. പുള്ളി സ്തോത്രം പറഞ്ഞു നിന്നു. പുള്ളി തന്നെ കുഴഞ്ഞ് ഇടിച്ചേ. മറ്റവരെ എഴുന്നേപ്പിച്ച് ഉമ്മച്ചനപ്പച്ചനും മറ്റവര് 2 പേരും കൂടെ ചെട്ടിപ്പറമ്പിലെ വീട്ടിൽ വന്ന് രാത്രി പാർത്തു. അവിടുത്തെ കൊച്ചൂട്ടിച്ചൻ്റെ ഭാര്യ അമ്മച്ചി ഉപ്പുവെള്ളമൊക്കെ ചൂട് വെച്ച് ഇടി കൊണ്ടതല്ലേ. പക്ഷെ സംഭവിച്ചത് ഇതാ, ഇടിച്ച നായരെ ഇടിച്ചിട്ട് കൈ താക്കാനും മേലെ പൊക്കാനും മേലെ ഈ പരുവത്തിനാ വീട്ടിൽ ചെന്ന്. ഇതാ പെന്തിക്കോസ്. ഈ പരുവത്തിനങ്ങ് ചെന്നു. താക്കാനും മേലെ പൊക്കാനും മേല ഇങ്ങനെ ചെല്ലുന്നത്. വീട്ടിൽ ചെന്നപ്പം അങ്ങേരുടെ ഭാര്യ പേടിയുള്ള ആളെ, പക്വതയുള്ള നല്ല സ്ത്രീയ. അങ്ങനെ എല്ലാ സമൂഹത്തിലും ഉണ്ട് നല്ല ആൾക്കാർ, ദൈവഭയമുള്ളവര്. അദ്ദേഹത്തിന്റെ അച്ചി പറഞ്ഞു, നിങ്ങൾ ആ ഉപദേശിമാരെ ഇടിച്ചതാ, പോയി ക്ഷമ പറയാൻ പറഞ്ഞു. അങ്ങേർക്ക് വന്നാലും വെളിവുണ്ടായി. നമ്മുടെ ആൾക്കാർക്ക് അത്രയും പോലും വെളിവില്ല. ഇല്ലില്ല. അവൻ പിന്നെയും ഈ കൈ കൊണ്ട് ഇടിക്കാൻ നിൽക്കുക, മറ്റേത് ഇങ്ങനെ നിൽക്കുക. അതാ നമ്മുടെ ആൾക്കാരുടെ വെളിവ്. അങ്ങേർക്ക് പിന്നെയും ബോധം വന്നപ്പം തിരിച്ചു പോയി. തിരിച്ച് രാത്രി ചെന്ന് ചെട്ടിപ്പറമ്പിലെ വീട്ടിൽ ചെന്ന് കടകയെ മുട്ടി. കോളിംഗ് ബെല്ലൊന്നും അന്നില്ലല്ലോ. കടകയെ മുട്ടിയപ്പം കടക് തുറന്നപ്പോ ഇങ്ങനെ ഇവിടെ പിന്നെ ഇടിക്കാൻ വന്നോന്ന്. പിന്നെ ഇടിക്കാൻ വന്നോ? അങ്ങേര് പറഞ്ഞു, ഇടിക്കാൻ വന്നതല്ല, കൈതാക്കാൻ മേലെന്ന്. ആ ഉപദേശിമാരെ ഒന്ന് വിളിക്കാവോന്ന്. ഇത് നടന്ന സംഭവമായി. ടീജൂമച്ചൻ അവർകളും പത്തച്ചറ യോനാച്ചൻ പ്രവാചകനാ. അദ്ദേഹവും ഭക്തൻകുട്ടിയപ്പച്ചനും കൂടെ ചെന്ന് ഇദ്ദേഹത്തിന് സുവിശേഷം പറഞ്ഞ് തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു, കൈതാന്നു. ചരിത്രം ആ മാന്യ നായരായ മനുഷ്യൻ ഇവർക്ക് പിന്നീടുള്ള ഒത്താശകൾ പലതും ചെയ്തു കൊടുത്തന്ന. ഇതാ പെന്തിക്കോസ്. അപ്പൊ ഇങ്ങനെ നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയൊക്കെ ഭവിച്ചു. ആരംഭ സമയത്ത് ഇങ്ങനെ ഇവിടെ ഇരിക്കുന്ന പലരും അങ്ങനെ പീഡ സഹിച്ച് വേല ചെയ്തവരുണ്ട്, ഇപ്പോഴും അങ്ങനെ വേല ചെയ്യുന്നവരുണ്ട്. ദൈവം നിങ്ങളെ മറന്നു കളയത്തില്ല. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ദൈവം മാതിരി കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യുമെന്ന പുസ്തകത്തിലെ വാക്യം. ഇന്ന് രാത്രിയിലും കഷ്ടങ്ങളിൽ കൂടി, പോരാട്ടങ്ങളിൽ കൂടി, പീഡകളിൽ കൂടി വേല ചെയ്യുന്ന എന്റെ ദാസീദാസന്മാരോട് ഇന്ന് രാത്രി ഈ വചനത്തിൽ കൂടെ പറയട്ടെ, നിങ്ങളെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്, പ്രവർത്തനങ്ങളെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവ പ്രവർത്തി ദൈവം വെളിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. 1-2 സംഭവങ്ങൾ സൂചിപ്പിച്ച് 100 കണക്കിന് 1000 സംഭവങ്ങൾ നിങ്ങൾക്കും ഇഷ്ടം പോലെ പറയാനുണ്ട്. ദൈവത്തിന് മഹത്വം. അപ്പോൾ ആരംഭ സമയത്ത് പ്രകാശനം ലഭിച്ചു. രക്ഷിക്കപ്പെട്ടതിന് ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചു. ആവക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി ഈ പെന്തിക്കോസ് വന്ന ഈ ശരിയായിട്ടുള്ള പെന്തിക്കോസ് അന്നേ കളിയാക്കുണ്ട്. നമ്മൾ ശരി പെന്തിക്കോസ് അല്ലല്ലോ. ആണോ? അതിനെ അല്ല. ഇവിടെ ശരിയായിട്ടുള്ള പെന്തിക്കോസാണ് നിന്നേൻ അപമാനവും ആക്ഷേപവും പരിഹാസവും ഉണ്ടാകും. ഇല്ലേ? പറ, ഉണ്ടാകുന്നുണ്ടോ? ഇനി പെന്തിക്കോസുകാരോടാ പറയുന്ന കേട്ടോ, പുറത്തുള്ളവരോടല്ല, പെന്തിക്കോസുകാരോടാ. ഇത് നീ കട്ട് ചെയ്ത് എന്റെ പള്ള കിഴിക്കാൻ വരെ എനിക്കിതൊന്നും പറ്റില്ല, പോടാന്ന് പറയുന്നത്, പാട്ട് നോക്കാൻ പറയും. ഉപദേശമാണ് പറയാൻ. ശരിയായിട്ടുള്ള പെന്തിക്കോസുകാര് 28 കെട്ടിന് പോവുകയല്ല. നീ ചരടും മേടിച്ചപ്പോഴും നടക്കുകയല്ലേ? 75 വയസ്സാണ് ചരട് മേടിച്ച് കൊച്ചന്റെ കാല് പോക്ക് ഞാൻ കേട്ടാണ്. സ്തോത്രം 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 സ്തോത്രം. എന്റെ തങ്കേ, ഇടക്കിടക്ക് കണ്ണും മറിയുന്നുണ്ട്. ചിരിച്ചു കളയാനല്ല ഞാനീ പറഞ്ഞത്. എടാ, ചെറി പെന്തിക്കോസ് ആണെങ്കിൽ നീ ഇങ്ങനെയുള്ള കൃത്രിമത്തിനൊന്നും പോകുകയല്ല നായി പറഞ്ഞത്. മനസ്സിലായോ?
അപ്പൊ അങ്ങനെ പോകാൻ വരുമ്പോൾ വീട്ടുകാരെതിരാകും. ചിലപ്പോ അനിയത്തി വേണമെങ്കിൽ ചേരത്തി വേണമെങ്കിൽ ചിലപ്പോ മക്കളും ഏത് അങ്ങനെ നിന്ന് ആശയോ അപമാനവും. ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ. മനസ്സിലാകുന്നുണ്ടോ? പെന്തിക്കോസുകാരോടാ പറഞ്ഞത്, പെന്തിക്കോസുകാരോടാ. ശരി, പെന്തിക്കോസ് ആണെങ്കിൽ നീ ഓണം ഉണ്ണാൻ പോവുകയല്ല. മനസ്സിലായോ? നീ അവളെ പിന്നെ പോയി തൂശല്ല വെട്ടിക്കൊണ്ട് വന്നത്. പിന്നെ ചന്തയിൽ പോയി ഏത്തയ്ക്ക മേടിച്ചു അറക്കുകയും ചെയ്തു. പേഷായിട്ട് അങ്ങ് പെരുക്കി. മനസ്സിലാകുന്നുണ്ടോ? ചെല്ലി പറയാറുണ്ട്, ഞങ്ങൾക്ക് സഹായം കൊണ്ട് തന്നെയല്ല, അങ്ങേര് അന്ന് തന്നെ കൊണ്ട് പ്രാർത്ഥനയും വെച്ചിരിക്കുകയാണ്. എന്നാ ചെയ്യാന്ന് പറയാ, ഒരു ബോധമുള്ള ഉപദേശിയാണ് ഞാൻ. അഭിപ്രായം പറയണ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഉച്ച കഴിഞ്ഞ് വരാൻ. എന്തിന്? ഓണം ഉണ്ണാൻ. പക്ഷെ നീ വേർപാട് പാലിച്ച് ഇങ്ങനെയുള്ളതൊക്കെ വർജിക്കുമ്പോൾ പീഡയുണ്ടാകും, നിന്നയുണ്ടാകുമെന്ന് ഞാൻ 2 ഉദാഹരണം തന്നു. 100 കണക്കിനുണ്ട്. അതാ ഞാൻ പറഞ്ഞ ശരി പെന്തിക്കോസ് അല്ല പലരും. ശരിയായ പ്യുവർ പെന്തിക്കോസ് ആണെങ്കിൽ നിന്നയും അപമാനവും ആക്ഷേപവും പരിഹാസവും അത് മരണം വരെ ഉണ്ടായിരിക്കും. അവൻ മറുവശം കൊണ്ട് നിന്നെ ബഹുമാനിക്കുന്നവരും കാണും കേട്ടോ. പൗലോസ് പറഞ്ഞ മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തി ഇതൊക്കെ ഇതിനകത്തുണ്ട്. അപ്പൊ എന്തായാലും കൊള്ളാം, ആരംഭകാലത്ത് നിന്നയും അപമാനവും പഴിയും ദുഷിയും ഒക്കെ ഉണ്ട്. മാത്രമല്ല ഇവർ കർത്താവിന്റെ വേലയ്ക്ക് ചുമല് കൊടുത്തവരാ. വിശുദ്ധന്മാരെ നന്നായി ശുശ്രൂഷിച്ചു. 6-ാം അധ്യായത്തിന്റെ 9 മുതൽ വായിച്ചേ. ആരംഭ സമയം എങ്ങനെയായിരുന്നു അവിടെ ഒരു പരാമർശമുണ്ടല്ലോ. ആ 6-ന്റെ 9 മുതൽ വായിച്ചേ. എന്നാൽ പ്രിയമുള്ളവരെ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിൽ നിങ്ങളെ കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതകുന്നതും വിശ്വസിക്കുന്നു. അടുത്ത വാക്യം, ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും തക്കവും മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല എന്ന് പറഞ്ഞാൽ ആരംഭകാലത്ത് ഇവര് ദൈവമക്കളെയും ദൈവദാസന്മാരെയും ദൈവവേലക്കാരെയും നന്നായി ശുശ്രൂഷിച്ചവരാണ്. അങ്ങനെയൊക്കെയുള്ള അമ്മമാരൊക്കെ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. 2 കോഴി മുട്ട കിട്ടാ പിള്ളേർക്ക് പോലും കൊടുക്കല. കടിഞ്ഞു കോഴിയാ, ആകെ 2 എണ്ണമാണ്. കടിഞ്ഞു കോഴിയുടെ മുട്ടയെന്ന് പറഞ്ഞാൽ ചെറിയ മുട്ടയാ, അല്ലേ അമ്മേ? അമ്മേ പറയാമേ, ചെറിയ മുട്ടയാ കടിഞ്ഞു കോഴിയുടെ മുട്ട. അപ്പൊ കടിഞ്ഞു കോഴി മുട്ട ഇട്ടാൽ ഈ മുട്ട അന്നൊക്കെ ബുദ്ധിമുട്ടും പരാധീനതയുള്ള കാലമാണ്. എന്നാലും അമ്മ മുട്ട കൊടുക്കുകയില്ല കൊച്ചുങ്ങൾക്ക്. മുട്ടയെടുത്ത് അരിക്കകത്ത് കുടിച്ചു വെക്കും, ഇല്ലേ? അരിക്കകത്തോ താവലിനകത്തോ. ഞാൻ ഞങ്ങളുടെ ഭാഷ പറഞ്ഞതേ ഉള്ളൂ. കുട്ടനാടൻ താവലെന്നല്ലേ. അരിയുടെ മോക്ക് താവൽ എന്നാന്നറിയാമോ? അതിന് പാടാനല്ലാതെ വേറൊന്നും. താവല് പൊടിയരി ഉണ്ട്, നെടിയരി ഉണ്ട്, താവലുണ്ട്, മങ്കുണ്ട്. അപ്പൊ അതിനകത്ത് കൊണ്ട് പാത്ത് വെക്കും. പണ്ട് കാലമാണ്. ഉപദേശമാരൊക്കെ നടന്നും ക്ഷീണിച്ചും വേല ചെയ്തും ഒക്കെ വരുമ്പോൾ അമ്മ പിള്ളേരാരും കാണാതെ ആ പാത്ത് വെച്ച മുട്ട എടുത്ത് പുഴുങ്ങി. അതേ ഉള്ളൂ. 2 മുട്ടയും കട്ടൻ കാപ്പി, പഞ്ചസാരയൊന്നും ഇല്ല. ഹൈറേഞ്ചിലൊക്കെ പണ്ട് ചക്കരയുടെ ഒരു കഷണം, അതിലൊരു കടിയും ഇത് 2 കൂടി. ഒരേ കടിക്ക് കുടിക്കരുത്, ഒരു കടിക്ക് 2 കൂടി കുടിച്ചോണം. ഒരേ കടിക്ക് ഒരേ കൂടി കുടിച്ചാൽ ഇത് കടിച്ച് തീരും. ഞാൻ തമാശ പറഞ്ഞ പണ്ട് ഹൈറേഞ്ചിലൊക്കെ രാവിലെ കട്ടൻ കാപ്പി കൊടുത്ത് ചക്കരയുടെ ഒരു കഷണം ഇല്ലേ? പിന്നെ അങ്ങനെ ഇപ്പൊ പിന്നെ നമ്മൾക്കൊക്കെ ഇഷ്ടം പോലെ പഞ്ചാര വിൽക്കാൻ വരെ ഉണ്ട്. ഇരിപ്പ് കാണുമ്പോൾ അറിയാം, ഒരു 8 കിലോ ഒക്കെ എടുക്കാനുണ്ട്. ഇഷ്ടംപോലെ എല്ലാവരും ഇഷ്ടം പോലെ കൊണ്ടുവന്നിട്ടുണ്ട്. വേണേ ഒരു വിൽപ്പന നടത്തിയ എനിക്ക് വന്ന് വിനോദ ഭാഷയുടെ കടം മാറും. അതുപോലെ ഉണ്ട്, ഇഷ്ടം പോലെ പഞ്ചാരയുണ്ട്. അപ്പൊ പണ്ട് ഇങ്ങനെയൊക്കെയാ. അപ്പൊ കട്ടൻ കാപ്പി, അതും കിഴക്കൻ നാട്ടിൽ കാപ്പിക്കുരി വിൽക്കും. തൊണ്ട് വറുത്ത് കുത്തിയാ, അല്ലേ? കാപ്പി തൊണ്ട്, അതാ കാപ്പിത്തൊണ്ട് വറുത്ത് കുത്തിയ പൊടി കട്ടൻ കാപ്പി. ഞങ്ങളുടെ നാട്ടിൽ ആ പാത്രത്തിന് കോപ്പ എന്ന് പറയും. കോപ്പ, കുപ്പിക്കോപ്പ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കുപ്പിക്കോപ്പ. അതിന്റെ മേളിൽ പച്ച ലൈനുണ്ട്, ഡിസൈന്, ഇല്ലേ? കഴുകിയപ്പോ അതിന്റെ വങ്കിച്ചിരി പൊട്ടുകയും ചെയ്തു. അല്ല, പഴയ കൈ ഒന്ന് ഓർക്കുന്ന നല്ലതാ. ഇപ്പോഴല്ലേ നിനക്ക് ഫോറിൻ പ്ലേറ്റും ഒക്കെ കൊണ്ട് നിന്റെ ഗമയെല്ലാം കൂടിയത്.
സ്തോത്രം. ഇതൊക്കെയാ കൊണ്ട് കൊടുക്കുന്നത്. അപ്പം തിണ്ണേ വന്നിരിക്കുമ്പം പായൊന്നും ചിലപ്പോ തഴപ്പായൊന്നും ചിറ്റീന്തല് ഇവിടൊക്കെ അതാ ചിറ്റീന്തല് ഇല്ലേ, മുള്ളുള്ളത് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്, അതുകൊണ്ടല്ലേ കൃത്യം പറഞ്ഞു. ചിറ്റീന്തല് കൊണ്ടാ പഴുക്കുകയും ചെയ്യും, മുള്ളു കൊണ്ടാലേ ചിലർക്ക് പിടിക്കുകയല്ല. അത് വെട്ടിയെടുത്ത് ഇവിടുത്തെ പണ്ട് ചൂലും അതൊക്കെ തന്നെ ചിറ്റീന്തലിന്റെ ഇപ്പോഴും ഉണ്ട്, നല്ല വെള്ള കളറാ. നിങ്ങൾ എനിക്ക് അയ്യാക്ക് ഇതെല്ലാം എങ്ങനെ അറിയാം ചിന്തിച്ചില്ലേ? പറയാം നിച്ച കഴിയട്ടെ പറയാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അവിടെ ഇരുത്തി ഈ 2 മുട്ടയും കട്ടൻ കാപ്പിയും കൊടുക്കും. ഉപദേശിമാരത് കുടിച്ചും കഴിച്ചും അതേ ഉള്ളു, അന്ന് അതേ ഉള്ളൂ. അങ്ങനെയൊക്കെ കൊടുത്ത അമ്മമാരുണ്ട്. എന്റെ ഭാഷ പറഞ്ഞ കൊച്ചുങ്ങൾക്ക് പോലും ഒരു മുട്ട കൊടുക്കേ സുവിശേഷ വേലക്കാരെ ആദരിച്ച മാതാക്കൾ പിതാക്കന്മാർ, അവരെ ഒന്നും ദൈവം മറന്നില്ല, മറക്കത്തുമില്ല. അവരെയും അവരുടെ സന്തതികളെയും ദൈവം ഉയർത്തി, ഇനിയും ഉയർത്തുവാൻ ദൈവം വിശ്വസ്തനാ. ഈ വേലയ്ക്ക് ആരൊക്കെ ചുമല് കൊടുത്തിട്ടുണ്ടോ, ഈ വേലയ്ക്ക് വേണ്ടി ആരൊക്കെ അധ്വാനിച്ചിട്ടുണ്ടോ, ഇതിന്റെ പിമ്പിൽ ആരൊക്കെ സമയവും ആരോഗ്യവും പണവും ചെലവാക്കിയോ, അവരെ മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവം അല്ല. അപ്പൊ ആരംഭ സമയത്ത് ഇവരെല്ലാം ഇങ്ങനെ തീഷ്ണതയോടെ നിന്നവരാ. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യനായി നിങ്ങളോട് പറയട്ടെ, സമയമോ പണമോ നിന്റെ ആരോഗ്യമോ ചെലവഴിച്ചാൽ ഒരിക്കലും ദോഷമല്ല, നഷ്ടമല്ല. ഇത് കുറിച്ചു വെക്കുന്ന ഒരു ദൈവമുണ്ട്. മലാഖിയുടെ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് അവിടുത്തെ സന്നിധിയിൽ സ്മരണയുടെ പുസ്തകമുണ്ട്. അത് മുഴുവൻ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അക്കമിട്ട് എണ്ണി നിനക്കും നിന്റെ സന്തതിക്കും യേശുവിന്റെ വരവ് താമസിച്ചാൽ ഇവിടെ മാത്രമല്ല അവിടെ മാത്രമല്ല ഈ ഭൂമിയിൽ പാർക്കുമ്പോൾ ഇവിടെയും നിന്നെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇത് മറന്നു കളയുവാൻ അനീതിയുള്ള ദൈവമല്ല. അപ്പൊ ആരംഭ സമയത്ത് ഇങ്ങനെയൊക്കെ നിന്നവരാ. ഒളിച്ചു പോവുക. ആരംഭ സമയത്ത് ഇങ്ങനെ നിന്നെങ്കിലും കാലക്രമേണ ഇവരങ്ങ് അകന്നുപോയി. അകന്നു പോയത് കൊണ്ടല്ലയോ അടുത്ത് വരാൻ പറഞ്ഞത്. അകന്നു പോകാൻ 2 കാര്യം, ആ കണ്ണികക്കകത്ത് 2 കാര്യം അകന്നു പോകാൻ. ഒന്ന്, അകന്നു പോകാൻ ക്ഷീണിച്ചെന്നുള്ളതിന് 2 വാക്യം തെളിവ്. 6, 12, 12. ക്ഷീണിച്ചതിന് തെളിവ് 6, 12, 12. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ, അത് 6ന്റെ 12 ആണല്ലോ അല്ലേ? മന്ദതയുള്ളവരാകാതെ ക്ഷീണിച്ചു തെളിവാ. മന്നറ ഒരു ചെറിയ മന്ദീപ ഉണ്ട്, ഇരിപ്പ് കാണുമ്പോ അറിയാം, ഒരു ചെറിയ മന്ദതയുണ്ട്. അപ്പൊ ക്ഷീണിച്ചു, മന്നറ. ഇനി 12. ആകയാൽ തളർന്ന കൈയും, തളർന്ന് കൈ അങ്ങ് തളർന്ന് കൊടുക്കാനൊന്നും വയ്യ, കൊടുക്കാൻ വയ്യ, എടുക്കാൻ നല്ല ആക്കവാ, കൊടുക്കാൻ വയ്യ. തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ. കുഴഞ്ഞല്ലോ, ഒന്നുകൂടെ വായിര്. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തണം. അപ്പം മടങ്ങിയിരിക്കുക, ഇരിപ്പ് കാണുമ്പോ അറിയാം, മടങ്ങിയിരിക്കുക. എങ്ങോ ചെന്ന് വെട്ടിനകത്ത് വീണ് മടങ്ങിയതാ. സ്തോത്രം. ഏതിലോ ചെന്ന് മടങ്ങി. ഇന്ന് രാത്രി നിവർത്തിക്കോണം. മടങ്ങി സമ്മതിച്ചു, മടക്കം വന്നു, അതും സമ്മതിച്ചു. അങ്ങനെ വിടാൻ അവിടുന്ന് അനുവദിക്കുന്നില്ല. ഇന്ന് രാത്രി നീ വരണം. കൈ തളർന്നു, കാല് കുഴഞ്ഞു. അപ്പൊ ക്ഷീണിച്ചതിന് തെളിവാ. ക്ഷീണിച്ചു. സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കും ചിലർക്ക്. ഇങ്ങോട്ട് നോക്കാം, എന്റെ തള്ള പുറകോട്ട് തന്നെ നോക്കിയിരിക്കും. ഇങ്ങോട്ട് നോക്കാൻ. വീഡിയോ പിടിച്ചിലോട്ട് വീണം. ഇങ്ങോട്ട് നോക്കിയേ. അപ്പൊ കൊച്ചുകുഞ്ഞുപദേശിയും ഈ സൈമൺ സാറ് സ്നാനപ്പെട്ടു. മാർത്തോമായി 2 പേര് സ്നാനപ്പെട്ടപ്പോൾ സഭയുടെ മേലധ്യക്ഷന്മാർ 2 പേരെയും വിളിച്ചു, ശാസിച്ചു. തെറ്റിപ്പോയെന്ന് പറഞ്ഞു. പറയാനാ ആ പാട്ടിന്റെ വരി നിങ്ങൾക്കറിയാം. ഈ മോളൊക്കെ നന്നായിട്ട് പാടും, ഞാൻ പാടിയ ഒക്കത്തില്ല, നിങ്ങൾ പാടും. അപ്പം വരി ചുറ്റും വിപരീത ആകിലോ നിൻ ചുറ്റും നിനക്കിപ്പോൾ ഉള്ള കൃപ തള്ളിടുകി കൊള്ളയാനും നിന്റെ ഗുണമില്ല. ആദാൽ ചകിക്കും വെള്ളമെന്ന പോലെ നിന്റെ കൊള്ള തള്ളനുപദേശി എന്ന കല്ല് നാമം ധരിപ്പിക്കും. ഒരു
ചരിയം മുറകൈതത് നീ വിശകന്നുടനെ പറയേണ്ടി വരും. ഒരു ഗുരുചരിയം മുറകൈതത് പറയേണ്ടി വരും. സ്ഥിരം മൊഴികളും തന്നെ ഇപ്പോൾ 10 മിനിറ്റ് വിട്ടു നല്ല പദത്തുണ്ട് കിട്ടു മറവേറും അവനു ചേരു തൊട്ടുപോലും വിട്ടുകൊണ്ട് തൊട്ട് സംശയമെന്ന ചട്ടമേ ചിന്ത ചെയ്യുക ദിനവും അമപ്രിയനെ മനതാൽ മൂകൂരത്തിൽ പ്രകാശം മണ്ണുകുള്ളത്തിൽ മതത്തിൽ നല്ല പൊരുത്തം വരുത്തുകൾ മനതാൽ മൂകൂരത്തിൽ പ്രകാശം. അവിടെ പാടാൻ നേരമല്ല. ഈ പട്ടുകുപ്പായവും പൊന്മുടിയും ഈ മാളികകളും വീടുകളും ആഡംബരങ്ങളും ദാടിമോടി കണ്ട് നീ ക്ഷീണിച്ച് പിന്മാറരുതെന്ന്. അപ്പൊ ഇവര് ക്ഷീണിച്ചു. 2 വാക്യം കൊണ്ട് ക്ഷീണിച്ചു. ഒന്ന് തളർന്ന കയ്യും കുടഞ്ഞ മുഴങ്കാലും, 2 മന്നത. ഇങ്ങനെ ക്ഷീണിച്ചു പോയവരെ വരുന്നത് പറയാ അടുത്തു വരാൻ പറഞ്ഞു. അടുത്തു വാ. അപ്പൊ അടുത്തു വരാൻ ഇവരെ ആഹ്വാനം ചെയ്യുകയാ. ഇനി അകന്നു പോകാൻ കാരണം എന്നാ? 2 കാര്യമാ സംഭവിച്ചത്. ഒന്ന്, നല്ല മനസാക്ഷിയില്ല, ശുദ്ധ മനസാക്ഷി ഇല്ല. 2, ഹൃദയവും ഇല്ല, നല്ല ഹൃദയമല്ല. 2 കാരണത്താൽ അകന്നു. നമുക്ക് ഒരു നല്ല ഹൃദയം വേണം. വേണ്ടേ? വേണം, അത്യാവശ്യമാണ്. യേശു അങ്ങനെ പഠിപ്പിച്ചത്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവരാ ദൈവത്തെ കാണുന്നത്. സഹജീവികളോട് അനുകമ്പയും സ്നേഹവും കരുണയും ഉണ്ടായിരിക്കണം. അയലത്തുകാരൊന്നും മിണ്ടുകയല്ല. രാവിലെ ആരാധനയ്ക്ക് പോവാ. എങ്ങോട്ട്? നീ അവനുമായിട്ട് മിണ്ടിയിട്ട് എത്ര വർഷമായി? നിങ്ങൾ ചിന്തിക്കുക. ദൂത് വല്ലതും പറയാനുണ്ടേ പറ. ഇതല്ലേ ദൂത്? നീ സ്വന്തം സഹോദരനോട് സ്വന്തം സഹോദരിയോട് സഹകരിച്ചിട്ട് എത്ര നാളായി? ഒരു സഭയിലാ കൂടുന്നത്, കൈ കൊടുത്തിട്ട് എത്ര നാളായി? ഒരു സെന്ററിലാ കൂടുന്നത്, ഹൃദയം തമ്മിൽ പൊരുത്തപ്പെടാതിരുന്നിട്ട് എത്ര നാളായി? എല്ലാരും എടുക്കപ്പെട്ടതാണോ? ഹൃദയം നന്നാകണം. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണം, അവനെ ബഹുമാനിക്കണം. വേണ്ടേ? ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേര് പറഞ്ഞൊന്നും ആലോക്യം ഉണ്ടാക്കരുത്. ശരിയല്ല. മതത്തിന്റെ പേര് പറഞ്ഞും സംഘടനയുടെ പേര് പറഞ്ഞും സഭയുടെ പേര് പറഞ്ഞൊന്നും അടിയുണ്ടാക്കരുത്. സ്തോത്രം. സഭയുടെ പേര്, സെന്ററിന്റെ പേര്, ഏരിയയുടെ പേര് ഇതിനൊക്കെ ഇനി എന്നും നല്ല ബുദ്ധി ഉണ്ടാകുമെന്നുള്ളതാണ്. എന്നിട്ട് അങ്ങ് ഭയങ്കര ഞങ്ങളുടെ ഒരു ഉപയോഗിച്ച പറയും പോർത്തനം. പ്രവർത്തനം എന്ന് പോലും പറയുക പോർത്തനം. എന്നും അങ്ങ് പോർത്തനം. കൂട്ടുസഹോദരിയോട് മിണ്ടിയിട്ട് എത്ര നാളായി? പോർത്തനം. തലവടിയിൽ ഒരു സഹോദരി ഉണ്ട്, ഓമന, സിത്രൂഷ. ഭയങ്കര സിത്രൂഷയാ. അമ്മായിമ്മയ്ക്ക് വെള്ളം കൊടുത്തിട്ട് എത്ര നാളായി? സിത്രൂഷ. അല്ല, അമ്മായിയോട് മിണ്ടിയിട്ട് എത്ര ഇല്ലേ? 70 കഴിഞ്ഞില്ലേ? കുറെയൊക്കെ ഒതുങ്ങേ. മരുമകളുടെ കുറ്റം വേറെ ആരോടും പറയരുത്. മരുമകളോടും അങ്ങനെ തന്നെയാ പറയുന്നത്. ഈ അമ്മ ജീവിച്ച കാലത്തോളം ഇനി ഇരിക്കുകയല്ല. സ്നേഹിക്കേ. ദൈവ സ്നേഹമല്ലേ? നല്ലൊരു ഹൃദയം വേണ്ടേ? ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവരാ ദൈവത്തെ കാണുന്നേ. എടാ, നേർക്ക് നേരെ കാണുന്ന സഹോദരനോട് മിണ്ടുകയല്ല, കൈ കൊടുക്കുകയല്ല, സഹകരിക്കത്തില്ല, യോജിക്കത്തില്ല. പിന്നെ കാണാത്ത ദൈവത്തെ ആരാ കാണുന്നത്, സ്നേഹിക്കുന്നത്? ചുമ്മാ വിട്ടിത്തം പറയരുത്. തമ്മി മിണ്ടുകയല്ല, ചീത്തയാക്കുന്നത്. കുഴപ്പമില്ല. ഏതായാലും ഇന്ന് ഇച്ചിരി സഹിച്ചേ നോക്കൂ. സ്തോത്രം. അതെയോ? ഞാൻ മഴയത്ത് നിന്നാ
ഭയങ്കര മഴയായിരുന്നു. ആ ഇതുപോലെ ഇതൊന്നുമില്ല. ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞു. എബ്രാം ജോർജ് സെൻട്രൽ പാസ്റ്റർ അദ്ദേഹം അനീഷ് ഞാൻ പറഞ്ഞു അകത്ത് നിന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അകത്തില്ല, ചെറിയ ചാറ്റം തീർന്നില്ല. ഞാൻ പറഞ്ഞു പ്രസംഗം തുടങ്ങിയപ്പോൾ മഴ മാറി. മഴ പെയ്യരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കില്ല, കാരണം മനുഷ്യൻ വെള്ളമില്ലാതെ കടന്ന് പരക്കം വന്ന് നമ്മൾ പെയ്യരുത് യേശുവിന്റെ നാമത്തിൽ. പെയ്യേണ്ടതൊക്കെ പെയ്യും, നനയേണ്ടതൊക്കെ നനയും, പറയേണ്ടതൊക്കെ പറയുകയും ചെയ്യും. ഒരു കുഴപ്പമില്ല. ശുശ്രൂഷകൾക്ക് ഇവിടെ അങ്ങനെ വലിയ പങ്കൊന്നും വന്നതായിട്ട് തോന്നുന്നില്ല. നിങ്ങളിങ്ങനെ കുഴപ്പിയിരിക്കുന്നേ ഉള്ളൂ, അല്ല ശുശ്രൂഷയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവ സ്നേഹമാണ്, ഹൃദയം നന്നാകണം. ആസാബ് ഒരിക്കൽ പറഞ്ഞത് അവൻ ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നു നിശ്ചയം. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്ക് നല്ല ഹൃദയം ഉണ്ടായിരിക്കണം. ചിലക്ക് ഹൃദയമില്ല, കാരണം കൂടെ പറയാം. അവര് ഹൃദയം കർത്താവിന് കൊടുത്തു, അതുകൊണ്ടാണ് ഇല്ല. ചില പടത്തിൽ ഞാൻ 84 കൊടുത്തതാണ്. ആയിക്കോട്ടെ, നമുക്കൊരു നല്ല ഹൃദയം വേണം. വേണ്ടേ? വേണ്ടേ? വേണം. അല്ല, നമ്മൾ പെന്തിക്കോസുകാരുടെ കാര്യമാണെങ്കിൽ ചേർത്ത് പറയാം. എടാ, അവനെ സ്നേഹിക്കണ്ടേ? വേണം. മതിലുമെല്ലാം കെട്ടിപ്പൊക്കി വലിയ ഗേറ്റ് ഒക്കെ താമത്താടിയിട്ട് പൂട്ടി വാല് മുറിച്ച 2 പട്ടി എന്നിട്ട് ഗേറ്റിലിട്ട് വെക്കുക. പട്ടിയുണ്ട്, സൂക്ഷിക്കുക. ഇന്ന് വരെ ഞാൻ അനേക വീടുകളിൽ പോവുകയും യാത്ര ചെയ്യുകയും കണ്ടിട്ടുണ്ട്. ദൂതനുണ്ട്, സൂക്ഷിക്കുക. ആരും പറഞ്ഞു കേട്ടിട്ടില്ല, എഴുതിയും വെച്ചിട്ടില്ല. പട്ടിയുണ്ട്. നിന്റെ വീട്ടിൽ ആര് കയറും? പിച്ചക്കാരൻ പോലും അല്ല, വന്നാലും വെള്ളം കൊടുക്കുകയല്ലോ, കൊടുക്കുക. അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട്. എന്നാൽ നല്ല മനുഷ്യരും ഉണ്ട്. അവരൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ നിന്ന് പോകുന്നത്. ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ, നമുക്ക് നല്ലൊരു ഹൃദയം വേണം. അപ്പൊ ഇവർ അകന്നു പോകാൻ 2 കാര്യം. ഒന്ന്, നല്ല ഹൃദയമില്ല, മനസാക്ഷിയില്ല. മനസാക്ഷിക്ക് നിരക്കാത്ത ഒന്നും പ്രവർത്തിക്കരുത്. സ്തോത്രം. 2 കാരണത്താൽ അകന്നു പോയി. ഈ അകന്നു പോയവരെ പൗലോസ് വിളിക്കുക അടുത്തു വരാൻ. എങ്ങോട്ടാ വരണമെന്ന് അറിയാമോ? 4-ാമത്തെ ആയത്തിന്റെ 16 16-ാമത്തെ വാക്യോ 12-ാമത്തെ ആയത്തിന്റെ 22 മുതൽ താഴോട്ട് വായിച്ചേ. 4:16. അതുകൊണ്ട് കരുണ ലഭിപ്പാൻ മൈക്കൂടെ മൈക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പറഞ്ഞു. ഇനി 12-ന്റെ 22 മുതൽ വായിച്ച. പിന്നെയോ സിയോൻ പർവ്വതത്തിനും വായിച്ചോ, ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗ്ഗത്തിൽ പേരെടുത്തിരിക്കുന്ന ന്യായാധിപന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കളുടെ അടുക്കലേക്കും പിന്നെ പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിന്റെ അടുക്കലേക്ക് ഗാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിന്റെ അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. ഇന്ന് രാത്രി നിങ്ങളെല്ലാവരും അടുത്തു വരണം. എങ്ങോട്ടാണെന്നറിയാമോ? ഗാബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിന്റെ അടുക്കലേക്ക് ഇന്ന് രാത്രി അടുത്തു വാ. നീ അറച്ചു നിൽക്കണ്ട, മടിച്ചു നിൽക്കണ്ട, ഉറപ്പ് നിൽക്കണ്ട, വേറെ നിൽക്കണ്ട. ഇന്ന് രാത്രി യേശു നിന്നെ സ്നേഹിക്കുന്നു. ധൈര്യത്തോടെ അടുത്തു വാ. നിന്റെ അരിയും വേണ്ട, തുണിയും വേണ്ട, മണിയും വേണ്ട, കിണിയും വേണ്ട, നിന്റെ വാഴക്കൊലയും വേണ്ട, ഏത്തക്കൊലയും വേണ്ട, ഏമ്പും വേണ്ട, ചേനയും വേണ്ട, പിടക്കോഴിയും വേണ്ട, പൂവക്കോഴിയും വേണ്ട, നിന്റെ നെല്ലും വേണ്ട, പതിരും വേണ്ട, മങ്ങും വേണ്ട, അരിയും വേണ്ട. അപ്പം പറഞ്ഞതുപോലെ നടിയൻ വേണ്ട, അരിയുണ്ടേ വേണ്ട. നീ ഇങ്ങ് വന്നാ മതി. നീ ഇങ്ങ് വാ. എന്റെ ദേഹത്ത് വീണോട്ടെ. നിങ്ങൾക്ക് സമാധാനമായില്ല. പിന്നെ അല്ലെ അവരോർക്കും അയാൾ വലിയ മിടുക്കനായിട്ട് പ്രസംഗിച്ചു, ഞങ്ങളാ സഹിച്ചത്. വീടട്ടെ, വീടെല്ലാം വീട്ടെ, ഈ ഭാഗത്തൂടെ വീടട്ടെ, ചുമ്മാ ഇരിക്കുകയല്ലേ, വീടട്ടെ. ദൈവത്തിന് ഒരു കാര്യം പറയാ, ഇന്ന് രാത്രി നീ അടുത്തു വാ. യേശു നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ ഭൗതിക വസ്തുക്കളൊന്നും യേശുവിന് വേണ്ട. നിന്റെ വസ്തു 2 തന്നെ തല വന്നു യേശുവിനാ ഗതികേട് പിടിച്ച് കിടക്കാമോ? സഭയ്ക്ക് സ്ഥലം കൊടുത്ത ചില ആൾക്കാരുടെ
വേണ്ടി ഞാൻ അച്ഛനേതാ ശീലാന്തി ഇരിക്കുന്ന പുള്ളി സഭയ്ക്ക് സ്ഥലം കൊടുത്ത് താഴെ ഇരിക്കാൻ മേലേ. എത്ര സെന്റാ കൊടുത്തേ? 10 ഏക്കർ. 10 ഏക്കറുള്ള ഈ വിട്ടിയാൻ യേശു തകരികെട്ട് കിടക്കാണ്. എടാ, ഭൂമി യുവതിന്റെ പൂർണ്ണതയും ഭൂതലവന് നിവാസികളും യഹോവയ്ക്കുള്ളതാ. ദൈവത്തിന് വിശന്ന നിന്നോട് പറയും, നിന്റെ ആടും മാടും കോഴിയൊന്നും ദൈവത്തിന് വേണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. നിന്റെ എണ്ണയും ദൈവത്തിന് വേണ്ട. ഈ തൈലനദി ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ് പുസ്തകത്തിൽ വാക്യം അടിയിൽ കൂടെ. നിന്റെ എണ്ണയും വേണ്ട, മണ്ണെണ്ണയും വേണ്ട, നിന്റെ പടക്കോടിയും പൂവൻകോടിയും വേണ്ട, ഒന്നും വേണ്ട. നെല്ലും വേണ്ട, നെല്ലിടിച്ച് അവലാക്കി അതും വേണ്ട. നിന്നെ മതി. ഇന്ന് രാത്രി ഇഞ്ഞു വാ. എവിടെ? യേശുവിന്റെ അടുക്കൽ. ഹാബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിന്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ ധൈര്യത്തോടെ വാ. ഓടിച്ചവസാനിപ്പിക്കാൻ ധൈര്യത്തോടെ വരാൻ ആഹ്വാനം നടത്തുമ്പോൾ 3 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാ വിളിക്കുന്നത്. ഒന്ന്, 19-ാം വാക്യം വായിച്ചേ, സഹോദരി വായിച്ചേ 19. സഹോദരൻ എന്നിട്ട് അടുത്ത വാക്യം വായിക്കണം, പിണങ്ങാതിരിക്കാനാ. വായിരും 19, 10-19 തപ്പിയ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി ഓടിച്ചു പറയാ. ധൈര്യത്തോടെ അടുത്തോട്ട് വാ. അടുത്തോട്ട് വിളിക്കുമ്പോ പറയുന്നത് ധൈര്യത്തോടെ വരണം. 3 കാര്യം ചൂണ്ടിക്കാണിച്ചു വിളിക്കുക. ഒന്ന്, ഒരു പുതിയ വഴി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടിട്ടുണ്ട്. ഒരു പുത്തൻ വഴി ഇവിടെ ഒരുക്കിയിട്ട് ധൈര്യത്തോടെ വാ. ഈ വഴി പഴയ വഴി മെയിൻറ്റെയിൻ ചെയ്തതോ അവൻ വേറെ വഴിയിൽ അവൻ വന്ന് സഞ്ചരിച്ചതല്ല. ഇത് പുത്തൻ വഴിയാ. ഈ പുത്തൻ വഴി എങ്ങനെയാണെന്നറിയാമോ? യേശു ക്രിസ്തു തന്റെ ദേഹമെന്ന തിരശ്ശീല ചിന്തി നമുക്കൊരുക്കിയ പുത്തൻ വഴി. പീലാത്തോസിന്റെ കൽത്തളം മുതൽ കാൽവറി മേടിന് അവിടുന്ന് ഉപദ്രവങ്ങളേറ്റ് കുനിയപ്പെട്ട് നിൽക്കുന്ന ക്രിസ്തുവിന്റെ മുതുകത്ത് ചാട്ടമാറുകൊണ്ട് കടോര ഹൃദയന്മാരാകുന്ന റോമൻ പടയാളികൾ ഇരുന്ന് പറഞ്ഞു മാറി. ഇങ്ങനെയാണ് നമ്മൾ വഴിയൊരുക്കി തന്നത്. ഇന്ന് രാത്രി ഞാനും നിങ്ങളെ അനുഭവിക്കേണ്ട വിലകളും വേദനകളും പങ്കപ്പാട് വഹിച്ച് അവിടുത്തെ ദേഹമെന്ന തിരശ്ശീല ചിന്തി ഒരു പുത്തൻ വഴി ഒരുക്കി. ഇന്ന് രാത്രി സ്നേഹിത സഹോദര, അനാവശ്യം പറയാതെ അരച്ചും മടിച്ചും അകന്നു നിൽക്കാതെ നീ ധൈര്യത്തോടെ വാ. യേശു നിന്നെ സ്നേഹിക്കുന്നു, യേശു നിന്നെ ഇഷ്ടപ്പെടുന്നു, യേശു നിന്നെ മേടി വിളിക്കുന്നു, യേശുവിന് നിന്നോട് പ്രിയമുണ്ട്. എന്തുവായി സമയം? 9:30 ആയോ? 10 ആകുമ്പോൾ നിർത്താം, 10-ന് നിർത്താം. സ്തോത്രം. നാളെ ഇവിടെ ഒരു പരിശുദ്ധ രക്തമുണ്ട്. സകല പാപങ്ങളും മോചിക്കുന്ന രക്തം, സകല അകൃത്യങ്ങളും മോചിക്കുന്ന രക്തം. നിങ്ങളുടെ അകൃത്യങ്ങളുടെ രക്താംബരം പോലെ ഇരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കുന്ന പരിശുദ്ധ രക്തം, നിർമ്മല രക്തം, വിലയേറിയ രക്തം, ഗുണകര ശുദ്ധ രക്തം. പശുപശുവും ജഡിക്ക് ശുദ്ധി വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാൻ ദൈവത്തിന്റെ തന്നെത്താൻ യേശുവിന്റെ പരിശുദ്ധ രക്തം. ഈ രക്തം ഇവിടെ ഉള്ളത് കൊണ്ട് ധൈര്യത്തോടെ അടുത്ത് വാ. 3, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. ഇവിടെ നമ്മുടെ പക്ഷം പിടിച്ച് ആരും വാദിക്കാനില്ലെങ്കിൽ നിരാശപ്പെടണ്ട. നമ്മുടെ പക്ഷം പിടിച്ച് വാദിക്കുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ധൈര്യത്തോടെ അടുത്ത് വാ. അപ്പോൾ 3 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച അടുത്തോട്ട് വിളിക്കുന്നത്. ഇനി അടുത്തോട്ട് വരുമ്പോൾ ചുമ്മാ ഓടി 2 വിധത്തിൽ ശുദ്ധീകരണം. 1 ആന്തരിക ശുദ്ധീകരണം, 2 ബാഹ്യ ശുദ്ധീകരണം. എന്തുവായി ആന്തരിക ശുദ്ധീകരണം? അതവിടെ വാക്യമുണ്ട്, ഹൃദയങ്ങളിൽ തളിക്കണം. അങ്ങനെ പദവിന്റെ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും. ഹൃദയം അകത്താണല്ലോ. അതോ കൊരങ്ങച്ചൻ പറഞ്ഞ പോലെ അത്തിയുടെ മേളിലാണോ? അല്ല, അകത്താ. അപ്പോൾ ആന്തരിക ശുദ്ധീകരണം, ഹൃദയങ്ങളിൽ തളിക്കണം. എന്തോ തളിക്കണം? യേശുവിന്റെ പരിശുദ്ധ രക്തം. അതെന്തിനാ? ഇതിനകത്തല്ലേ മുഴുവൻ കുരുക്കിരിക്കുന്നത്. തുച്ഛന്തയും പകയും പിണക്കവും ക്രോധവും ഈർഷ്യയും ജ്ഞാനശങ്കയും ഇതെല്ലാം കൂടെ അകത്ത് വെച്ചോണ്ടല്ലേ നമ്മൾ ഗ്ലോറി വിക്ടറി എന്ന് പറഞ്ഞ് കൊടയൊക്കെ ചെയ്യുന്നത് ഇല്ലേ? റൈറ്റ് നൗ എന്നൊക്കെ പറഞ്ഞ് പടലി വെട്ടിക്കുന്നത് ഇതെല്ലാം ഇതിനകത്ത് വെച്ചോണ്ടാ ഇല്ലേ? ഇതിനകത്ത് തളിക്കണം യേശുവിന്റെ രക്തം. ഇത് നന്നാകണം. കൺവെൻഷൻ കൂടി പോകുകയല്ല, സുവിശേഷം അല്ലതാ കേട്ട് പോകുകയല്ല. സുവിശേഷം കേൾക്കുമ്പോൾ ഇതിനകം ക്ലിയർ ആകണം.
തമ്പേർ തല്ലി പൊട്ടിക്കുന്നതും ചുമ്മാ നിൽക്കുന്ന മേരിയെ തല്ലി താഴെ ഇടുന്നതും ഛർദ്ദിക്കാനായിട്ട് പ്ലാസ്റ്റിക് കൂട് കടയിൽ നിന്ന് പിന്നെ മേടിച്ചുകൊണ്ട് കൊടുക്കുന്നതും ആമേൻ സ്തോത്രം ഏടിന് കൈ കൊടുത്ത് അങ്ങ് ഓക്കാനിപ്പിക്കുന്നൊന്നും അല്ല സുവിശേഷ യോഗം. അല്ല. 5-6 പേരുടെ പേര് വിളിച്ച് പറഞ്ഞേച്ചേ സ്തോത്രം എണ്ണ പ്രാർത്ഥിച്ച് കുടിപ്പിക്കുന്നതോ ഉപ്പ് പ്രാർത്ഥിച്ച് കിണറ്റിടുന്നൊന്നും അല്ല, തകിട്ട് എടുക്കുന്നതുമല്ല. അതിന് വേറെ ആൾക്കാരുണ്ട്. നീ എന്തിനാണ് കിടന്ന് പ്രയാസപ്പെടുന്നത്? സുവിശേഷയോഗം നടന്നു കഴിയുമ്പോൾ ഹൃദയത്തിന് രൂപാന്തരം വരണം. ഇതിനകത്തിരുന്ന പകയും വിദ്വേഷവും എല്ലാം മാറിപ്പോകണം. യോഗത്തിന്റെ വിജയം. യോഗം കഴിയുമ്പോൾ പിന്നെ ഉടക്കം വൈരാഗ്യമാണെങ്കിൽ യോഗ നാശമായി. ഹൃദയം ഒന്നുകൂടെ റെഡിയായി വരണം. ഞങ്ങളുടെയും കേൾക്കുന്ന നിങ്ങളുടെ ഒന്നിച്ച് നിങ്ങൾ ചിന്തിക്കരുത് പരിശുദ്ധം വന്ന് ഈ ആടി കേൾക്കുന്നത് അങ്ങനെ ചിന്തിക്കണ്ട. ഓരോ പ്രസംഗം കഴിയുമ്പോൾ ഞാനും ഗുണമാകണം. പറയുക, 1 ആന്തരിക ശുദ്ധീകരണം, 2 ഭാഗ്യ ശുദ്ധീകരണം. എന്തുവാ ഭാഗ്യ ശുദ്ധീകരണം? അവിടെ ഒരു പദമുണ്ട്, ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകണം. ശുദ്ധവെള്ളമെന്ന് ഉദ്ദേശിക്കുന്നത് നിർമ്മല വചനം. വചനം അവിടെ വെള്ളം, ശുദ്ധവെള്ളം, മായം ചേർക്കാത്ത പാലെന്ന് പത്രോസ് പറഞ്ഞു. ഇവിടെ മായം ചേർക്കാത്ത വെള്ളം, അതാ ശുദ്ധവെള്ളം. അത് വചനമാണ്. നമ്മുടെ ഒരു പാട്ടിന്റെ ഒരു വരി പാടുമ്പോൾ മനസ്സിലാകും. ആദ്യത്തെ വരി ഇങ്ങനെ, പോഷിപ്പിക്കാ പത്യവചനമാ ക്ഷീരത്താൽ എന്നെ. അടുത്ത ലൈന, നിർമ്മലത്തോയം നിത്യം കൂട്ടിപ്പിച്ച് നിർമ്മലത്തോയം നിത്യം തെളിവിന് പാടിയെന്നേ ഉള്ളു. നിർമ്മല തോയം. തോയം സലിലം ജലം ഇതൊക്കെ വെള്ളമാണല്ലോ. അപ്പൊ നിർമ്മല തോയം, മായമില്ലാത്ത വചനം. ഇതിനകത്ത് മായം ഒന്നും ചേർക്കരുത്. ആള് കൂടിയാലും കുറഞ്ഞാലും കൊണ്ടേലും ഇല്ലേലും ഉള്ളതുപോലെ പറയണം. ബ്ലേഡുകാരൻ ചിലപ്പോ സഭയെ കാണും, 15-ാം സങ്കീർത്തനം നന്നായിട്ട് പറഞ്ഞോണം. അവനവിടെ ഇരുന്നോട്ടെ, പോകാനൊന്നും പറയണ്ട. ഒന്നെങ്കിൽ അവൻ ഗുണമാകില്ല, തന്നെ പൊക്കോളും. സ്തോത്രം ഉദാഹരണമാണ്. സ്തോത്രം. ഇതിനകത്ത് മായം ഒന്നും ചേർക്കരുത്. നിർമ്മല വചനം. അപ്പൊ ആന്തരികരണം, ഭാഗ്യശുദ്ധീകരണം, രണ്ടും ദൈവം ഇഷ്ടപ്പെടുക. ഇങ്ങനെയുള്ളവരോട് ഒടുവിൽ 32 മുതൽ പറഞ്ഞ് 3 കാലം, അതെല്ലാം വിവരിക്കുന്നില്ല. 1 പൂർവ്വകാലം ഓർക്കണം, 2 വർത്തമാനകാലം, തളർന്നു പോകരുത്, 3 ഭാവി കാലം. പൂർവ്വകാലം ഒന്ന് ഓർക്കണം. ഒരു കണ്ണിന് പോലും ദയ തോന്നാതെ എല്ലാവരാലും വെറുക്കപ്പെട്ട് തള്ളപ്പെട്ട് ഒറ്റപ്പെട്ട് ആത്മഹത്യക്ക് ഒരുങ്ങിയതാ. അവിടെയൊക്കെ ആണെങ്കിൽ റെയിൽവേ പാളത്തിൽ തലവെക്കാൻ ഒരുങ്ങിയവരുണ്ട്, എലിവശം തിന്ന് ചാകാൻ ഉദ്ദേശിച്ചവരുണ്ട്, കഞ്ഞിക്കകത്ത് വിഷം കലക്കിയവരുണ്ട്. ആമേൻ. തൂങ്ങിച്ചാകാനായിട്ട് മരത്തെ കയറി കുരുക്ക് കഴുത്തേലും ഇട്ട് മരത്തേലും കെട്ടി. പക്ഷേ അതിന് ദൈവം അനുവദിച്ചില്ല. മാറാ രോഗം വന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് നിന്നെ തള്ളിയതാണ്. പക്ഷെ യേശു നിന്നെ രക്ഷിച്ചു. യേശു നിന്നെ സൗഖ്യമാക്കി. നിന്റെ അരാജകത്വമല്ല യേശു മാറ്റി. ഒരു നല്ല വീട് പോലും ഇല്ലായിരുന്നു കയറി കിടക്കാനേ. പണ്ട് അങ്ങനല്ലേ? പണ്ട് പുല്ല് മേഞ്ഞ വീട്, ഹൈറേഞ്ചിൽ അങ്ങനെ തന്നെ പുല്ല്, മേച്ചപ്പുല്ല് അല്ലെ, മേച്ചപ്പുല്ലെന്നല്ലേ, മേച്ചപ്പുല്ല്. അത് മേച്ചപ്പുല്ല് കയറി ചെത്തി കെട്ടായിട്ട് ഇട്ട് ഉണങ്ങി അങ്ങനെയാണല്ലോ. മിക്കപ്പം പിന്നെ ഇതുപോലെ വിലങ്ങം വെക്കുന്നതൊക്കെ കാപ്പിക്കമ്പൊക്കെ ഉണ്ട്. കല്ലമുളയും ചിലപ്പോ കാണും, കാപ്പിക്കമ്പും ഇല്ലയോ? നിങ്ങളുടെ ഇതിപ്പോ കണ്ടിട്ട് കബഡിചാറ കൊട്ടാരത്തിൽ നിന്ന് വന്ന പോലെ ആണല്ലോ. ഞാൻ ഈ യോഗത്തിന് വേണ്ടി തിരുവനന്തപുരത്ത് ഇങ്ങോട്ടുന്നാണ്. പഴയ കാര്യമൊക്കെ ഒന്ന് ഓർക്കേ. ചക്കര കടിച്ചേച്ച് കട്ടൻ കാപ്പി കുടിച്ചതൊക്കെ ഒന്ന് ഓർക്ക. ഇവിടെ ഒരു മഴയുണ്ടായിരുന്നു. എന്നാ നമ്പരാ? 40 അല്ലേ? നൂല് പോലെ നിൽക്കും ഇല്ലേ? അങ്ങനല്ലേ? അതൊക്കെ ഒന്ന് ഓർക്ക. പാസ് ഓർക്ക. പുള്ളിക്ക് ഇതല്ല ഇല്ലേ? മലമ്പനിയൊക്കെ വന്നിട്ടുണ്ട്, ചിലർക്ക് ചത്തും പോയിട്ടുണ്ട്. ദൈവം തന്നെ രക്ഷിച്ചതാ. പൂർവ്വകാലം ഒന്ന് ഓർക്കണം. സ്തോത്രം. പൂർവ്വകാലം ഒന്ന് ഓർക്കണം. നല്ലൊരു വീടില്ലായിരുന്നല്ലോ. അതിഥികൾ ആകെ ആനവായം വരെയാ, ചാണകക്കെട്ട് മെഴുകിയതാ. അവൻ കഥകൊന്നുമില്ല, കഥക ഈട്ടിയും തേക്കും ഒന്നുമില്ല. ചെറ്റയാ, തൈതലിന്റെ. അത് ചതച്ച്, അങ്ങനല്ലേ? ചതച്ച് എന്നിട്ട് അതിനെ ക്രോസ് വെക്കുന്ന ഒരു മുഴുത്ത കാപ്പിക്കമ്പ, ഒരു കാപ്പിക്കമ്പ് അല്ല. ഇതൊക്കെ ഒന്ന് ഓർത്തെ. പൂർവ്വകാലം ഒന്ന് ഓർക്ക്. നിനക്ക് നല്ലൊരു ചെരുപ്പുണ്ടായിരുന്നു.
ആ കൂടെ എല്ലാവർക്കും കൂടെ ഒരു ചെരുപ്പാ, ചേട്ടനും അനിയനും അപ്പനും എല്ലാം കൂടെ പാരകണ്ണിന്റെ ഒരു ചെരുപ്പ്. തള്ളക്ക് ചെരുപ്പില്ല. കുമളിക്ക് കല്യാണത്തിന് പോയപ്പോൾ അപ്പുറത്തെ മേരിയുടെ ചെരുപ്പ് മേടിച്ചിട്ടുണ്ടാ. മേരി ആ ചെരുപ്പ് ഇങ്ങോട്ട് തന്നിട്ട് ഞാൻ കുമളി വരെ പോയിട്ട് എവിടെ പോവാ കല്യാണത്തിന്, ഞാൻ ഇങ്ങോട്ട് മേടിച്ചതേ ഉള്ളൂ. എപ്പോൾ വരും? ഞാൻ 4 മണിയാകുമ്പം വരും. ചെരുപ്പ് സൂക്ഷിച്ചോണം. ചില തള്ളമാർക്ക് ഇടാനും അറിയാൻ പറ്റില്ല. ഒരു തരത്തിൽ ആ തള്ളവരല്ല അതിന്റെ വടവിൽ കൂടെ കാലും നിരങ്ങി ചെരുപ്പും നിരങ്ങി. എന്നിട്ട് ആ പോക്കൊക്കെ ആണിക്കാരി തള്ള പോകും പോലെ. അല്ല, പൂർവ്വകാലമൊക്കെ ഒന്ന് ഓർക്കാൻ. വണ്ടി പെട്ടെന്ന് വന്നപ്പോ ചാടി കയറി ചെരുപ്പിന്റെ വള്ളിയും പൊട്ടി. ഒരു ചെരുപ്പ് വണ്ടിയുടെ ഒന്ന് താഴെ. ആ കിളിയാ ഒരു ചെരുപ്പ് എടുത്ത് തന്നത്. അല്ല, നോർക്ക് പൂർവ്വകാലമൊക്കെ ഒന്ന് ഓർക്ക്. അല്ല, അവസാനം പൊതിഞ്ഞ് കുമളിക്ക് പോയതാ. കാല 2 ചെരുപ്പ് കച്ചത്തിരിക്കുക ഇല്ലേ. തിരിച്ചിങ്ങോട്ട് വന്നപ്പോ മേരിയുടെ ചെരുപ്പ് വൃത്തിയായിട്ട് കൊടുത്തില്ലേ. മേരി കൊല്ലും. മേരിയാന്ന് കൊള്ളാം. പിന്നെ അവിടെ ഇറങ്ങി 50 പൈസ കൊടുത്തപ്പോ 2 വള്ളി കിട്ടി. അത് അവിടെ മുതൽ ഞെക്ക് കയറ്റുക. എവിടെ കയറാനാ? അവിടെ മുതൽ ഞെക്കുക. പിന്നെ വീടിന്റെ അവിടെ വന്ന പിന്നെ കമ്പ് എടുത്തേച്ച്. പൂർവ്വകാലമൊക്കെ ഒന്ന് ഓർക്ക, നല്ലതല്ലേ? അതൊക്കെ ഓർക്കണം. പിന്നെ ഞാൻ എന്റെ ശൈലി പറഞ്ഞതേ ഉള്ളൂ. പണ്ട് ഒരു മുട്ടക്കറി കഴിക്കണമെങ്കിൽ വീട്ടിൽ വിരുന്നുകാർ വരണം, ഇല്ലേ? വിരുന്നുകാർ വരണം. അത് ഒരു മുട്ട മൊത്തം തരത്തുമില്ല. അമ്മ ആ മുട്ട 4ആയിട്ട് പൊളക്കും. ചാറെല്ലാം കുറുകി കഴിയുമ്പോൾ അമ്മ തന്നെ അത് 4ആയിട്ട്, 8ഉം 10ഉം പിള്ളേരും വിരുന്ന് വന്ന 4 എണ്ണവും 4ആയിട്ട് പൊളക്കും. വളരെ ബഹുമാനത്തോടെ ആ മുട്ട എടുത്ത് അതിനകത്ത് വെക്കുന്നത്. അവിയിട്ട് ഇളക്കുകയില്ല. ആ ചട്ടി പിടിച്ചൊന്ന് പൂർവ്വകാലം വെക്കണം ഓർക്കാൻ. എല്ലാരും നിരന്നിരുന്നപ്പം അമ്മ വിളമ്പുക. കണ നീളമുള്ളത് അവിയ, ചിരട്ടത്തവി, മംഗലം, ഇങ്ങനെ കോരി വിളമ്പുക. ആൺപിള്ളേർക്ക് ചിലപ്പോൾ ഉണ്ണി കൊടുക്കും, പെൺപിള്ളേർക്ക് ചിലപ്പോൾ ഉണ്ണിയൊന്നും. പിന്നെ കല്യാണം കഴിക്കുമ്പോൾ ഉണ്ണിയെ കല്യാണം കഴിക്കാം, അല്ലാതെ മുട്ടയുടെ ഉണ്ണി കിട്ടുമെന്നൊന്നും. ഞാൻ തമാശ പറഞ്ഞതല്ല. അല്ല, പൂർവ്വകാലമൊക്കെ ഓർക്കുന്ന നല്ലതാന്ന്. അതെ. പിന്നെ ആൺപിള്ളേരിരുന്ന് ആ ചാറെ തൊട്ട് കൂട്ടിയപ്പോ അമ്മയ്ക്ക് തോന്നി അവന് പിന്നെ ആൺപിള്ളേരോട് ഭേദകൃത്യം. അമ്മയ്ക്ക് വെച്ച ആ മോന് കൊടുത്തത് ഓർക്കണ്ടേ? പൂർവ്വം ഓർക്ക ഇല്ലേ? ചിലപ്പോ ഒരു പിടി ചോറ് കാണും. പോയി അതിഥികൾക്കും കൊള്ളു. ആ കറച്ചിട്ടിട്ട് എന്റെ ഭാഷയാ, കുട്ടനാടൻ ഭാഷയകത്ത് ഒരു പിടി ചോറിട്ട് ഒന്ന് വിരകിന്നല്ലേ മേപ്പാടെ. വിരകാൻ അറിയാമല്ലോ. സ്തോത്രം. അത് വിരകി ആ പാരകത്തെ ചരിച്ചു വെച്ചോണ്ട് അവിടെ നിന്ന് തന്നെ 2 കൈക്കുള്ളതേ ഉള്ളൂ, ഇല്ലേ? ഓർക്ക് എല്ലാരും ഓർക്ക്. ഏതായാലും ഈ യോഗ വെച്ചിട്ട് താമസിച്ചാ നിൽക്കുന്നത്. എല്ലാരും പൂർവ്വകാലം ഒന്ന് ഓർക്ക്. നീ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചായിരുന്നോ? ഇല്ലല്ലോ. സ്തോത്രം. നല്ലൊരു തുണി ഉണ്ടായിരുന്നു? ഇല്ല. മുമ്പേ പറഞ്ഞ പോലെ കല്യാണത്തിന് പോയപ്പോൾ അപ്പലത്തെ സഹോദരിയുടെ സാരി കടം മേടിച്ചു കൊടുത്തോണ്ടല്ലേ പോയത്. ഓടിക്കേറിയപ്പോ അതിന്റെ തുമ്പ് കീറുകയും ചെയ്തു. ഇന്നും അവള് പറയുന്നത് സാരി കീറിയവളാന്ന്, ഇല്ലേ? നോർത്തെ ഇവിടെ ഞാൻ എന്റെ കൊച്ചുനാളിൽ കണ്ട കാര്യമാ. ഞങ്ങളുടെ അപ്പുറം 2 സഹോദരിമാര് സാരി കടം മേടിക്കുന്ന പോട്ടെ, എടി നിന്റെ ബ്ലൗസ് ഇങ്ങോട്ട് താൻ ഇട്ടു നോക്കണം. അപ്പൊ അമ്മാമ്മയെ ചേരുകയല്ലെന്ന്. അവക്ക് ഇച്ചിരി വണ്ണമായി, അവക്ക് അല്പത്തോളം വണ്ണം ഇല്ല. ആ ബ്ലൗസ് ഇങ്ങോട്ട് തരാം. അപ്പൊ നിനക്ക് ചേരുകയല്ല. ഉടനെ മറ്റവള് പറഞ്ഞ് കുത്തു പൊട്ടിച്ചാ മതി എന്ന്. ഇവിടുത്തെ സൈഡിലേ, ഞാൻ തമാശ പറഞ്ഞതല്ല, അങ്ങനെ അനുഭവിച്ചിട്ടുള്ളവരൊന്ന് കൈ പൊക്കിക്കാൻ. എത്ര കയ്യാ? കൈ ഒന്ന് പൊക്കിക്ക. നാണക്കാണെന്ന് പൊക്ക്. എത്ര എണ്ണം ദൈവം നിന്നെ പുലർത്തിയില്ലേ? ഇപ്പൊ എത്ര എണ്ണം കൊണ്ട് നിനക്ക് ദൈവം തന്നത്? ഓർത്തോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യ. പൂർവ്വകാലം ഒന്ന് ഓർക്ക്. നിന്റെ പൂർവ്വകാലം നീ ഒന്ന് ഓർക്ക്. അതിൽ നിന്നൊക്കെ ആ ദൈവം നിന്നെ ഇതുവരെ കൊണ്ടുവന്നത്. ദൈവം നിന്നെ ഇതുവരെ പുലർത്തി. ഓർത്തോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്ക. നമ്മുടെ ഈ
കൺവെൻഷൻ നമ്മുടെ പൂർവ്വകാലം കൂടെ ഓർക്കുക. പാപത്തിന്റെ അധീനതയിൽ നിന്ന്, പിശാചിന്റെ പിടിയിൽ നിന്ന് ഒരു കണ്ണിന് പോലും ദയ തോന്നാതിരുന്നപ്പോൾ യേശു നിന്നെ രക്ഷിച്ചു. ഇന്ന് രാത്രി ഓർത്തോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുക. എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, തകർത്തല്ലോ, തന്റെ കൈകളിൽ അവൻ സ്തോത്രഗീതം പാടിയിടുക, തന്റെ കൈകളിൽ അവൻ സ്തോത്രഗീതം പാടിയിടും ഞാൻ. ഓ കൃപ കൃപയൊന്ന് ആശ്രയം, ഹല്ലേലൂയ, കൃപ കൃപയൊന്ന് ആനന്ദമാനാലും കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. നിന്റെ പൂർവ്വകാലം ഓർക്കണം. അവൻ പോയ നാളുകൾ, വർഷങ്ങൾ ഒക്കെ ഓർത്തോർത്ത് നീ ദൈവത്തിന് സ്തോത്രം പറ. ദൈവം നിന്നെ ഇതുവരെ പുലർത്തിയില്ലയോ? ദൈവം നിനക്ക് അവസരം. ഒത്തിരി കാര്യം പറയാനുണ്ട്. ഞാനങ്ങ് അടങ്ങുക. കിടക്കാൻ പായ ഉണ്ടായിരുന്നോ? പിന്നെ ആകെ കൂടെ ഒരു ചണച്ചാക്ക്, അത് അടുക്കളയുടെ സൈഡിൽ കാല് തൂക്കാനിട്ടതാ. ഒന്നും കിട്ടാഞ്ഞപ്പോ അതെടുത്ത് കുടഞ്ഞേച്ച് ഇല്ലേ, ചണച്ചാക്കെ കിടന്ന് ഉണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കെ ഒന്ന് കാണാൻ. ആണ്ട് എത്ര കൈയാ പൊങ്ങുന്നേ. ഇതൊക്കെ ഒന്ന് ഓർക്കേ, പഴയ കാലം ഒന്ന് ഓർക്കേ. ഓർത്തോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. പുതപ്പുണ്ടായിരുന്നോ പുതയ്ക്കാൻ? ഒന്നെങ്കിൽ അമ്മയുടെ സാരി, അല്ലെങ്കിൽ കച്ചമുറി. തലപ്പ അങ്ങോട്ട് വിരിക്കും, ചിക്കുമ വിരിക്കും. ഈ തെറുത്ത് വെച്ചേക്കുന്നോണ്ട് ഉരുണ്ട് വരും. ഉരുണ്ട് വരാതിരിക്കാൻ ഉറങ്ങിയ കൊച്ചിനെ ആദ്യം എടുത്ത് അങ്ങോട്ട് കടത്തും. അതിനെ അവിടെ ഇട്ട് ഇങ്ങോട്ട് ഉരുണ്ട് വരികയല്ലോ. ബാക്കി നിർത്തോണ്ട് ഓരോന്നോരോന്ന് കയറി കിടക്കുക. അല്ല, ഇതൊക്കെ ഒന്ന് ഓർക്കുന്ന നല്ലതാണ്. ഞാനിതൊക്കെ ഒരിക്കൽ പ്രസംഗിച്ച പോരുത്തം പറഞ്ഞു, ഓ ഇതൊക്കെ നാണക്കട. ഞാൻ പറഞ്ഞു, എടാ പോട്ടാ, എടാ നീ ഇത് ഓർക്കണ്ടേ? ദൈവം നിന്നെ നടത്തിയ വിധം ഓർക്കണ്ടേ? ഇപ്പോഴല്ലയോ നിനക്ക് 10 രൂപ ഒരു വണ്ടിയും നിന്റെ കുന്തമൊക്കെ കിട്ടിയത് ഇപ്പോഴല്ലേ? പൂർവ്വകാലം നീ ഒന്ന് ഓർക്കേ. ദൈവം നിന്നെ ഭദ്രമായി പുലർത്തി. 4 മണി വിട്ട് വന്ന ഭക്ഷണം വല്ലതും ഉണ്ടായിരുന്നോ? വിശന്ന് കൂറവല്ലി. പിന്നെ രാത്രി ആകണം ഇച്ചിരി ചോറ്, അതും വിശപ്പിനൊന്നും. എല്ലാ വീട്ടിലും 3-4 കൂട്ടാനില്ലേ? എന്തായാലും ഒരു കൂട്ടാൻ തല്ലി കലക്കും. എൻ്റെ ഭാഷയാണ്. ഞങ്ങളുടെ ഒരു വല്യപ്പനുണ്ടായിരുന്നു. എൻ്റെ വല്യമ്മച്ചി, അമ്മയുടെ അമ്മ മിടുക്കിയ, നല്ല മിടുക്കിയ. അയാൾക്ക് കുടിക്കും, രക്ഷിക്കപ്പെട്ട കുടിച്ചു വെച്ച പുള്ളിക്ക് 3-4 കൂട്ടം കറി വേണം. നിർബന്ധം, ഓരോ നിർബന്ധമാണ്. വലിയ ബഹളവാ. വല്യമ്മച്ചിയെ കല്യാണം കഴിച്ചുകൊണ്ട് നമ്മൾ വല്യമ്മച്ചി പറഞ്ഞു, ഞാൻ കൊടുത്തോളാന്ന് പറഞ്ഞു. അങ്ങനെ ആണല്ലോ. പുള്ളിക്കാരി എന്നെ എന്തോ ചെയ്യുന്നു വെച്ചാൽ ചേമ്പ് ഉണക്കമീനും മാങ്ങായും കൂടെ ചാറ് വെക്കും. ഒരു ബീലീസിലോട്ട് ചേമ്പ് തന്നെ, ഒരു ബീലീസി ചേമ്പും മാങ്ങായും കൂടെ, ഒരു ബീലീസി മാങ്ങായും ചാറും, വേറൊരു ബീലീസിലോട്ട് മാങ്ങായും ചാറും. ഞാൻ ഭാഗ്യവാനാ. എൻ്റെ ഇഷ്ടമനുസരിച്ച് അവള് മിടുക്കിയായിരുന്നു വല്യമ്മച്ചി. മിക്ക വീട്ടിലും ഒരു കൂട്ടാനേ ഉള്ളൂ. അടെ ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതൊരു ഗുണമായേ. ഈ യോഗത്തിന് വന്നത് ഒന്നുമില്ലേലും വചനം കേട്ട് ബലപ്പെട്ടില്ലെങ്കിൽ ഇതൊരു ഒരു ഒരു ബുദ്ധിയല്ലേ. പഴയ കാര്യമൊക്കെ ഒന്ന് ഓർക്കണേ. അധികം വിവരിക്കുന്നില്ല. ഓർത്തു ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഓ അവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ താഴ്ചയ്ക്ക് നമ്മെ ഓർത്തവൻ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഇന്ന് രാത്രി ഓർത്തോർത്ത് ദൈവത്തിന് മഹത്വം. ഒന്ന് പൂർവ്വകാലം, 2 വർത്തമാനകാലം. ഈ കാണുന്ന പ്രതിസന്ധികളും കോലാഹലങ്ങളും രാഷ്ട്രീയ നിലപാടുകളും രാജ്യത്തിന്റെ ഭരണകൂടങ്ങൾ മാറി മറിയും. ഇതൊന്നും കണ്ട് ധൈര്യം തളർന്നു പോകരുത്. കേന്ദ്രത്തിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരിക്കുന്നു, ഭരിക്കട്ടെ. കേരളത്തിൽ ഇപ്പോൾ പിണറായി വിജയൻ അവർ ഭരിക്കുന്നു, ഭരിക്കട്ടെ. ഇനി രാഹുൽ വരുന്നെങ്കിൽ വരട്ടെ, പിണറായി തുടർന്നു പോകുന്നെങ്കിൽ പോകട്ടെ, അല്ല വേറൊരാൾ വരുന്നെങ്കിൽ വരട്ടെ. ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. ആര് ഭരിച്ചാലും അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം.
കേന്ദ്രത്തിൽ ഡൽഹിയിൽ ആര് വേണമെങ്കിലും ഭരിക്കട്ടെ, ഇന്ത്യ രാജ്യം ആര് ഭരിക്കട്ടെ, നമുക്കത് വിഷയമല്ല. ഭരിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, ഓരോ സംസ്ഥാനത്തിനും പ്രാർത്ഥിക്കണം. പക്ഷേ പീഡകളും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഭരണങ്ങളും മാറി മാറി വരുമ്പോൾ ദൈവമക്കളുടെ ധൈര്യം ക്ഷയിക്കരുത്. നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ നീ ചെയ്യണം, നീ സുവിശേഷം പറയണം, യേശുവിനെ വെളിപ്പെടുത്തണം. പെടല് പോയാലും യേശുവിന്റെ ധീരസാക്ഷിയായി നിൽക്കണം. യേശു മാത്രം ഏകദൈവം, യേശുക്രിസ്തു സത്യദൈവം, യേശുക്രിസ്തുവിൽ കൂടി മാത്രം രക്ഷ, മറ്റൊരുത്തനും രക്ഷയില്ല. യേശുക്രിസ്തു നിത്യദൈവം, യേശുക്രിസ്തു സത്യദൈവം, യേശുക്രിസ്തു മാത്രം ദൈവം. ധൈര്യം ക്ഷയിച്ചു പോകരുത്. വിസ്തരിക്കുന്നില്ല, പോയിന്റ് പറഞ്ഞു നിർത്താം. മൂന്നാമത്തെ ഭാവി കാലമാ. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. യേശു വീണ്ടും വരും. തിരുസഭയെ ചേർക്കാൻ ഏതാ തിരുസഭ? മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് തിരുമേശയെടുത്ത് വേർപാട് ആചരിച്ച് കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥന കഴിച്ച് ഓരോ ദിവസവും മാനസാന്തരപ്പെട്ട് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷിയോട് ജീവിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. പ്രത്യാശയുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. സമയം അല്പം അതിക്രമിച്ചെങ്കിലും മഴയുടെ പ്രയാസങ്ങൾ പ്രാരംഭത്തിലുണ്ടായെങ്കിലും അല്പം വെള്ളമൊക്കെ അവിടെ ഇവിടെ വീണു. എന്റെ തല വീണതല്ല, ഞാൻ വീഴിച്ചതാ. എന്നാലും നിങ്ങളെല്ലാം സഹകരിച്ചതിന് നന്ദി. ഏതായാലും സമയം പോയി. പണ്ടൊരു തള്ള പറഞ്ഞ് ഏതായാലും നരകത്തില്ല, കുറിച്ചിയും കൂടെ ചൂടാന്ന്. എന്നാ പിന്നെ 2 ശീല് പാട്ടുകൂടെ പാടി വെച്ച് പിരിയാം. എല്ലാരും എഴുന്നേറ്റ് നിന്ന് പാടാൻ ഞാൻ പറയത്തില്ല, ഇറങ്ങിപ്പോവും. ഇരുന്നോണ്ട് പാടാം. 2 ശീല് പാടിയേ നമുക്ക് ഇന്ന് രാത്രി പിരിയാം. കരമുയർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രത്യാശമാർദ്ദിക്കുന്നൻ ഇതുവരെയും ഈ മകനീയ ശുശ്രൂഷയിൽ സംബന്ധിച്ച എന്റെ സഹോദരന്മാരായ എല്ലാ കർത്തദാസന്മാർക്കും ബഹുമാനപ്പെട്ട സെൻട്രൽ പാസ്റ്റർ ഷീലാസ് മാസ്റ്റർ അവർക്കും അധ്യക്ഷനും എല്ലാ മാന്യ മാതാക്കൾ, പിതാക്കൾ, സഹോദരങ്ങൾ, ദേശനിവാസികൾ, സമീപവാസികൾ എല്ലാവർക്കും നന്ദി. ഒരു നിമിഷം എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം പെട്ടെന്ന് ഇരുത്താം. ഇറങ്ങി പോകരുത്. ഒറ്റ നിമിഷം ആ 2 കരങ്ങളും ഉയർത്താമെങ്കിൽ ഉയർത്തുക, അല്ലെങ്കിൽ ഒരു കരമെങ്കിലും. ഒന്നുകൂടെ പാടിയേ. ഇന്നും എന്നേക്കും വേർപിരിയാതെ
ക്രിസ്തുവിൻ കൂടെ. രണ്ടു കരം വീശി ഇന്നും എന്നേക്കും പ്രത്യാശയോടെ കരങ്ങൾ രണ്ടും വീശി ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മൾ. ഓ ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മൾ. യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. എല്ലാവർക്കും ശാന്തമായിട്ടിരിക്കാം. ഒരു കാര്യം, ദൈവത്തിന്റെ മഹാകൃപ കൊണ്ടും അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ ഇതുവരെ നിൽക്കുന്നത്. നിങ്ങളുടെ എല്ലാം വിലപ്പെട്ട പ്രാർത്ഥന വീണ്ടും വീണ്ടും അപേക്ഷിക്കുന്നു. ഓർക്കുന്ന സമയത്ത് എളിയവനെയും കുടുംബത്തെയും ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് വിനീതമായി